ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. വംശീവിഭൂഷിതകരാത് നവനീരദാഭാത് പീതാംബരാദരുണബിംബഫലാധരോഷ്ടാത് പൂർണേന്ദുസുന്ദരമുഖാദരവിന്ദനേത്രാത് കൃഷ്ണാത് പരം കിമപി തത്വമഹം ന ജാനേ. ഏറ്റവും പാവനമായ നൈമിഷാരണ്യത്തിലെ ഈ സത്രവേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സമാദരണീയരായ എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും, ഈ പരിപാടിയിൽ ഭാഗവത ജിജ്ഞാസുക്കളായി എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയരായ മാതാപിതാക്കൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും വിനീത പ്രണാമങ്ങൾ. 5ാമത്തെ തവണയാണ് എന്ന് തോന്നുന്നു ഇത്തരം ഈ മഹാസംരംഭത്തിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിക്കുന്നത്. ഓരോ വർഷവും പുതിയ വിഷയങ്ങൾ, പഠനാർഹമായ വിഷയങ്ങൾ സ്വാമിജി നിർദ്ദേശിക്കുകയും അത് സാമാന്യം ഉൾക്കൊള്ളുന്ന രീതിയിൽ പഠിക്കുന്നതിനുമുള്ള അവസരങ്ങളാണ് നമ്മളെപ്പോലുള്ള ഭാഗവത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വേദി. അതുകൊണ്ട് തന്നെ ആദ്യമായി മുൻപിലിരിക്കുന്ന ജ്ഞാനികളായ, ധാരാളം ഭാഗവത ശ്രവണം കൊണ്ട് ഭാഗവതോത്തമന്മാരായി തീർന്ന ആചാര്യന്മാരെ പ്രണമിച്ചുകൊണ്ട് ഏതാനും ചില ആശയങ്ങൾ മാത്രം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏതാനും ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കാം. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനായി ഈ 1 മണിക്കൂർ ലഭിച്ചിട്ടുള്ള വിഷയം രാജസൂയം എന്ന ശ്രീമദ് ഭാഗവതത്തിലെ വളരെ നിർണായകമായ, വളരെ രാജനൈതിക തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ്. രാജസൂയത്തിൽ ഭഗവാൻ അഗ്രപൂജ സ്വീകരിക്കുന്ന ഭാഗവും ശിശുപാലനെ വധിക്കുന്ന ഭാഗവുമൊക്കെ കുട്ടിക്കാലത്തെ ഭാഗവത കഥകൾ കേട്ടു തുടങ്ങുന്ന കാലത്ത് തന്നെ എന്റെ ഓർമ്മയിൽ ഭാഗവതത്തിലേക്ക് കുട്ടിയായിരുന്ന കാലത്ത് ഉപനയിച്ചത് വാസ്തവത്തിൽ സുമംഗലയെയും മാലിയെയും പോലുള്ള ചില മഹാത്മാക്കളില്ലായിരുന്നുവെങ്കിൽ കുട്ടികളായ ഞങ്ങളുടെയൊക്കെ ബാല്യകാലം വളരെ ശൂന്യമായി പോകുമായിരുന്നു എന്ന് തോന്നാറുണ്ട്. ഭാഗവത കഥകൾ ആദ്യം കേട്ടത് അവരുടെയൊക്കെ നാവിൽ നിന്നായിരുന്നു. അന്ന് ശിശുപാല കഥയും ചേതി രാജാവായ ശിശുപാലന്റെ കഥയും ശിശുപാലനെ വധിച്ച കഥയുമൊക്കെ കഥാകൗതുകത്തിൽ കേട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ രാജസൂയ സന്ദർഭത്തെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായി ചിന്തിക്കുമ്പോഴാണ് ഭാരതത്തിന്റെ രാഷ്ട്രതന്ത്രം എന്തായിരുന്നു, ശ്രീമദ് ഭാഗവതം വിഭാവനം ചെയ്യുന്ന വ്യക്തി, കുടുംബ, സമൂഹ, രാഷ്ട്ര, ജീവിത ദർശനങ്ങളുണ്ട്. ഭാഗവത ധർമ്മമനുസരിച്ച് വ്യക്തി സ്വയം ധർമാചരണത്തിന്റെ ഭാഗമാകുമ്പോൾ, വ്യക്തി ഭഗവത് ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ, കുടുംബം ഭഗവത് ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു. കുടുംബങ്ങൾ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ സമൂഹം ഭാഗവത സമൂഹമായി മാറുന്നു. അത്തരത്തിൽ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന സനാതന ഭാരതീയ ധർമാചരണത്തിന്റെ ഭാഗമായി ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന രാഷ്ട്രം എങ്ങനെയായിരിക്കണം? പ്രഭവശാലിയായ ആദർശധീരന്മാരായ ഭരണാധിപൻ ഭരിക്കുന്ന രാഷ്ട്രം, പ്രബുദ്ധരായ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന പ്രബുദ്ധ ജനത നിവസിക്കുന്ന രാഷ്ട്രം
എങ്ങനെയായിരിക്കണം? കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒക്കെ നാം വാസ്തവത്തിൽ ചിന്തിച്ചത് ഭഗവാന്റെ ബാലലീലകളിലൂടെ, അവതാരലീലകളിലൂടെ മനസ്സിനെ കെട്ടിയിടുന്ന, ഭഗവാനിലേക്ക് നമ്മെ നയിക്കുന്ന കഥകളിലൂടെ ഒക്കെ നാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശ്രവിച്ചു വന്നത് ഈ ഭാഗവത ധർമ്മം എങ്ങനെ സ്വധർമാചരണത്തിന്റെ ഭാഗമാക്കണം എന്നതാണ്. അങ്ങനെ ഭാഗവത ധർമ്മം സ്വധർമാചരണത്തിന്റെ ഭാഗമാക്കിയ വ്യക്തിയും ഭരണാധിപനും അടങ്ങുന്ന ആദർശ രാഷ്ട്രത്തിന്റെ ചിത്രമാണ് രാജസൂയം എന്ന മഹത്തായ രചനാതന്ത്രത്തിലൂടെ ഇവിടെ ഋഷി ആവിഷ്കരിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് ഏകദാതു സഭാമധ്യേ ആസ്തിതോ മുനിഭിർവൃത ബ്രാഹ്മണൈ ക്ഷത്രിയൈർ വൈശ്യൈർ ഭ്രാതൃഭിശ്ച യുധിഷ്ഠിര എന്നാരംഭിക്കുന്നു വേദവ്യാസ ഭഗവാന്റെ വർണ്ണന. അങ്ങനെ ഒരു ദിവസം രാജ്യഭാരമൊക്കെ കിട്ടി, മനോഹരമായ ഇന്ദ്രപ്രസ്ഥത്തിലെ കൊട്ടാരം പണി കഴിപ്പിച്ചു, സ്വസ്ഥനായി ധാർമ്മിക ജീവിതം, ധർമ്മചക്രവർത്തിയായ യുധിഷ്ഠിരൻ രാജ്യഭരണം നടത്തുന്നതിന്റെ ഭാഗമായി രാജസൂയ മഹായാഗം നടത്തുവാൻ തീരുമാനിക്കുന്നു. രാജസൂയ മഹായാഗം രാജാക്കന്മാരും ചക്രവർത്തിമാരുമൊക്കെ തങ്ങളുടെ ഒരു പ്രൗഢിയുടെ പ്രതീകമായിട്ട്, ധാർമ്മിക ജീവിതത്തിന്റെ പ്രതീകമായി നടത്തിവരുന്ന യാഗമാണ് രാജസൂയം. മഹാന്മാരായ ചക്രവർത്തിമാരൊക്കെ രാജസൂയം നടത്തുന്നതായി ഭാരതത്തിന്റെ രാജചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. രാജ്യത്തെ അഭിഷവം ചെയ്യുന്നതാണ് രാജസൂയം. അഭി പ്ലസ് സവം, അഭിഷവം എന്ന് സന്ധി ചേരുന്നു. രാജ്യത്തെ അഭിഷവം ചെയ്യുന്നതിനാൽ രാജസൂയം എന്ന സങ്കല്പമുണ്ടാകുന്നു, എന്ന പദം നിഷ്പന്നമാകുന്നു. അഭിഷവം ചെയ്യുക, പിഴിഞ്ഞൊഴിക്കുക, സമൂഹത്തിലേക്ക് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുന്ന രീതിയിൽ അഭിഷവം ചെയ്തെടുക്കുക, രാജ്യത്തെ അഭിഷവം ചെയ്തെടുക്കുക എന്ന അർത്ഥത്തിലാണ് രാജസൂയം ഉണ്ടാവുന്നത്. രാജം സോമലതയാണ്. 27 ദിവസം നീണ്ടു നിൽക്കുന്ന, 17.5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന മഹായാഗമാണ് രാജസൂയം. ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് 17.5 മാസം നീണ്ടു നിൽക്കുന്ന മഹായാഗമാണ് രാജസൂയം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യോദയം മുതൽ ആരംഭിക്കുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ രാജം അഥവാ സോമലത പിഴിഞ്ഞ ചാറുകൊണ്ട് പ്രകാശിക്കുന്ന വസ്തുവാണ്, പ്രകാശത്തോടുകൂടിയ ഒരു ലതയാണ് സോമലത എന്ന് പറയുന്നത്. വൈദിക പ്രയോഗങ്ങളുണ്ട്. അങ്ങനെ സൂര്യൻ ഉദിക്കുന്ന ദിവസത്തിൽ സോമലത അഭിഷേകം ചെയ്തുകൊണ്ട്, സോമലത പിഴിഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് കൊണ്ടാണ് രാജസൂയത്തിന് ആ പേര് സിദ്ധിച്ചത് എന്ന് ആചാര്യന്മാർ ഭാഷ്യങ്ങളിൽ, വ്യാഖ്യാനങ്ങളിൽ പറഞ്ഞു കണ്ടിട്ടുണ്ട്. അങ്ങനെ മഹത്തായ രാജസൂയ യാഗം നടത്തുവാൻ യുധിഷ്ഠിര മഹാരാജാവ് തീരുമാനിക്കുന്നു. ബ്രാഹ്മണരും ക്ഷത്രിയരും സഭാനിവാസികളും ആചാര്യന്മാരും ഒക്കെ ഇരിക്കുന്ന പ്രൗഢമായ തന്റെ സദസ്സിൽ വച്ച്, തന്റെ സഹോദരന്മാരൊക്കെ ഇരിക്കുന്ന തന്റെ സദസ്സിൽ വച്ച് യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയത്തെക്കുറിച്ചുള്ള ആദ്യത്തെ തീരുമാനം അറിയിക്കുകയാണ്. നമുക്കറിയാം, ഭാരതത്തിന്റെ സനാതനമായ ധർമ്മ സംവിധാനത്തിൽ, ഭാരതീയ സംസ്കൃതിയില് രാഷ്ട്രത്തിന്റെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും വേണ്ടിയാണ് യജ്ഞങ്ങൾ നടത്തുന്നത്. യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം രാഷ്ട്രത്തിന്റെ സർവതോമുഖമായ അഭിവൃദ്ധിയും ക്ഷേമവുമാണ്. യജ്ഞത്തിന്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച്, യജ്ഞത്തിന്റെ സാധ്യതകളെക്കുറിച്ച് ആചാര്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: നിസ്വാർത്ഥന്മാരായ വ്യക്തികളെ വാർത്തെടുക്കുന്നതിന് യജ്ഞം സഹായിക്കുന്നു. രാഷ്ട്രത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്നതിന് യജ്ഞം സഹായിക്കുന്നു. രാഷ്ട്രത്തിന്റെ വൈദഗ്ധ്യത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഒരു യജ്ഞം എന്നാൽ
എല്ലാ തരത്തിലുള്ള ആളുകളുടെയും ഒത്തുചേരൽ എന്നൊരർത്ഥമുണ്ട്. സമൂഹത്തിൽ എല്ലാ തൊഴിലും എടുക്കുന്നവർ, ബുദ്ധി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, പലതരത്തിലുള്ള ജീവിത വൃത്തികൾ നയിക്കുന്നവർ എല്ലാവരും ഒരു യജ്ഞത്തിന് വേണ്ടി സമഭാവനയോടെ ഒത്തുചേരുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള മഹായജ്ഞങ്ങൾക്ക്, മഹായാഗങ്ങൾക്ക് യജ്ഞം എന്ന പേര് നൽകുന്നതിനുള്ള കാരണം പലതരത്തിലുള്ള ജീവിത വൃത്തികൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ തങ്ങളുടെ കർമ്മശേഷിയെ, തങ്ങളുടെ വിഭവശേഷിയെ, തങ്ങളുടെ ചിന്താശേഷിയെ ഈ മഹത്തായ കർമ്മത്തിനു വേണ്ടി സ്വാർത്ഥതയില്ലാതെ വിനിയോഗിക്കുന്നു എന്ന അർത്ഥത്തിലാണ് യജ്ഞത്തിന് സർവകാല പ്രസക്തി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വൈഭവശാലിയായ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണം എന്ന അർത്ഥമുണ്ട് യജ്ഞത്തിന്. എല്ലാ തരത്തിലുള്ള ദൈന്യങ്ങളെയും, രാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള ദൈന്യങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തൊരു ശുദ്ധീകരണ പ്രക്രിയ നടത്തുക എന്ന ഉദാത്തമായ ലക്ഷ്യമുണ്ട് യജ്ഞത്തിന്. രാജ്യത്തിന്റെ സൈന്യബലം വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ ജ്ഞാനബലം വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ വിഭവശേഷി വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ ധനം വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ വാണിജ്യ വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കുക എന്നൊക്കെയുള്ള ഭൗതികാർത്ഥവുമുണ്ട് യജ്ഞത്തിന്. ഉദ്യോഗസ്ഥന്മാരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുക, ദീർഘകാലമായി ഒരേ സംവിധാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തെ ഒരു പുനരുജ്ജീവനത്തിന് വിധേയമാക്കുക, ഒരു പുനർനവത്വത്തിലേക്ക് കൊണ്ടുവരിക എന്ന കാലികമായ പ്രസക്തിയുമുണ്ട് യജ്ഞത്തിന്. അതുകൊണ്ട് തന്നെ ഏതു കാലത്തും, വൈദിക കാലം മുതൽ ഇങ്ങോട്ട് സമകാലിക ഭാരതത്തിന്റെ സമകാലിക ജീവിതകാലത്തിൽ വരെ ഏറ്റവും പ്രസക്തമായ ആശയമാണ് യജ്ഞം എന്നത്. ദീർഘകാലമായുള്ള കർമാനുഷ്ഠാനം കൊണ്ട് കർമ്മ പ്രവണതയിൽ ജഡത സംഭവിക്കുമ്പോൾ ദീർഘകാലം ഒരേ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു പുനർനവത്വം പ്രദാനം ചെയ്യുക എന്ന രാഷ്ട്രത്തിന്റെ വിഭവശേഷിയെയും കർമ്മശേഷിയെയും ചിന്താശേഷിയെയും സൈന്യശേഷിയെയും ഒക്കെ പുനരുജ്ജീവിപ്പിക്കുക എന്ന അർത്ഥമുണ്ട് യജ്ഞത്തിന്. ഇതിനൊക്കെ അപ്പുറത്ത് ഏകമായ ധർമാധിപത്യത്തിൻ കീഴിൽ, ഒരൊറ്റ ഏകധർമാധിപത്യത്തിൻ കീഴിൽ രാഷ്ട്രത്തെ ഒന്നിപ്പിക്കുക എന്ന വിശാലമായ അർത്ഥസാധ്യതയുമുണ്ട് യജ്ഞത്തിന്. സത്യം ബൃഹദ്രുതം ഉഗ്രം ഭിക്ഷ തപോ യജ്ഞ പൃഥിവീം ധാരയന്തി സാനോ ഭൂതസ്യ ഭവ്യസ്യ പത്നിം ഉരും ലോകം പൃഥിവീം ന ഗൃണോതു. അഥർവവേദം 12:1. സത്യം ബൃഹദ്രുതം ഉഗ്രം ഭിക്ഷ തപോ ബ്രഹ്മയജ്ഞ പൃഥിവീം ധാരയതി എന്ന് തുടങ്ങുന്ന അഥർവവേദത്തിലെ മന്ത്രം ഭാരതത്തിന്റെ യജ്ഞസങ്കല്പം എന്തായിരുന്നു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ അഥർവവേദ മന്ത്രത്തിന്റെ കാലികമായ വ്യാഖ്യാനമാണ് നമ്മൾ ഇവിടെ രാഷ്ട്രത്തിന്റെ വിഭവശേഷി വർദ്ധിപ്പിക്കുക, രാഷ്ട്രത്തിന്റെ സമാഹരണ ശേഷി വർദ്ധിപ്പിക്കുക, ഉദ്യോഗസ്ഥന്മാരുടെ കർമ്മശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ അർത്ഥങ്ങളിലൂടെ ലളിതമായി വ്യാഖ്യാനിച്ചത്. അതായത് സമസ്ത മേഖലകളിലുമുള്ള പുനരുജ്ജീവനമാണ്. ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്ര സംവിധാനത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള പുനരുജ്ജീവനമാണ് യജ്ഞം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ ചക്രവർത്തിമാർ, മഹാന്മാരായ ഭരണാധിപന്മാർ, ഭാരതത്തിന്റെ ഭരണ സംവിധാനം നിയന്ത്രിച്ചിരുന്ന വൈഭവശാലികളായ രാഷ്ട്ര നേതാക്കന്മാർ തങ്ങളുടെ കർമാചരണത്തിന്റെ ഭാഗമായി, രാജധർമാചരണത്തിന്റെ ഭാഗമായി യജ്ഞം അനുഷ്ഠിച്ചിരുന്നു. സോമയാഗം പോലെയുള്ള, അശ്വമേധം പോലെയുള്ള, രാജസൂയം പോലെയുള്ള മഹത്തായ യജ്ഞങ്ങൾ ആവിഷ്കരിച്ചിരുന്നു, നടപ്പാക്കിയിരുന്നു എന്നത് ഭാരതത്തിന്റെ ചരിത്രമെടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. വൈദികമായ യജ്ഞസങ്കല്പത്തിൽ നിന്നാണ് ഈ രാഷ്ട്രീയ ഭൂതലത്തിലേക്ക്, ഭാരതത്തിന്റെ രാഷ്ട്ര സംവിധാനത്തിലേക്ക് യജ്ഞം എന്ന ആശയം വരുന്നത്. നമുക്കറിയാം, ഭാരതത്തിന്റെ സനാതനമായ സംവിധാനത്തിൽ
വേദവിഹിതമായ ധാരാളം യജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വാമിജി തൊട്ടു മുൻപത്തെ കാലാംശത്തിൽ സൂചിപ്പിച്ചിരുന്നു, സ്വർഗകാമൻ യാഗം ചെയ്യണം, പുത്രകാമൻ യാഗം ചെയ്യണം. മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള ഭൗതിക മോഹങ്ങളെയും യാഗം, യജ്ഞം എന്ന സംഹിതയില് എന്ന വാക്കിൽ പെടുത്തിക്കൊണ്ട് കർമ്മമനുഷ്ഠിക്കണം എന്ന് വൈദിക വിധിയുണ്ട്. ഒരു കാലത്ത് ഭാരതത്തിന്റെ വൈദിക പശ്ചാത്തലത്തില് യാഗമെന്നതിന് ഹവിസ്സർപ്പിക്കുന്ന, യാഗവേദിയില് ഹവിസ്സർപ്പിക്കുക എന്ന സാമ്പ്രദായിക കർമ്മ പദ്ധതിയിലേക്ക് ഒരുപക്ഷെ ഈ യാഗ സംവിധാനം മാറിയിട്ടുണ്ടാവാം. പക്ഷേ അതിന്റെ ഉദാത്തമായ ആത്യന്തികമായ ലക്ഷ്യം യാഗത്തിൽ ഹവിസ്സർപ്പിക്കുക എന്ന ഭൗതികമായ ചടങ്ങിനപ്പുറത്ത് അതതിന്റെ ഭാഗമാണ്, അതതിന്റെ ഒരു പുറന്തോട് മാത്രമാണ്. ഈ യാഗത്തിൽ ഹവിസ്സർപ്പിക്കുക എന്ന ഭൗതികമായ കർമ്മത്തിനപ്പുറത്ത് പ്രപഞ്ച നന്മയെ ഉദ്ദേശിച്ചു ചെയ്യുന്ന എല്ലാ നിസ്വാർത്ഥങ്ങളായ കർമ്മങ്ങൾക്കും യജ്ഞം എന്ന പേര് വരുന്നു. പഞ്ചകർമ്മങ്ങളിലൂടെ ഒരു വ്യക്തി ചെയ്യുന്ന, അവനവന്റെ ശരീരത്തിൽ ചെയ്യുന്ന, അവനവനാകുന്ന, അവനവന്റെ ഉള്ളിലെ ആത്മതത്വത്തിലേക്ക് ചെയ്യുന്ന യജ്ഞം മുതൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന മഹത്തായ കർമ്മം വരെ യജ്ഞം എന്ന സങ്കല്പത്തിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ഹവിസ്സർപ്പിക്കുക യാഗവേദിയിൽ, പുത്രകാമനും പശുകാമനും സ്വർഗകാമനും യാഗവേദിയിലേക്ക് ഹവിസ്സർപ്പിക്കുക എന്ന യജ്ഞത്തിന്റെ പുറന്തോടിനപ്പുറത്ത് സമാജഹിതത്തിനു വേണ്ടി ഒരു വ്യക്തി നിസ്വാർത്ഥമായി ചെയ്യുന്ന എല്ലാ കർമാനുഷ്ഠാനങ്ങളും യജ്ഞമെന്ന വിശാലമായ ഭൂമികയ്ക്കുള്ളിൽ പെടുത്തിയിരുന്നു ഭാരതത്തിലെ ഋഷീശ്വരന്മാർ. വേദത്തിൽ തം യജ്ഞം ബർഹിർഷി പ്രൗക്ഷൻ പുരുഷം രാജമഗ്രത എന്ന പുരുഷ സൂക്ത മന്ത്രമനുസരിച്ച് ആദ്യം ചെയ്ത ഒരു മഹായജ്ഞത്തെക്കുറിച്ച് പുരുഷ സൂക്തത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ നിന്ന് തുടങ്ങി വേദകാലഘട്ടങ്ങളിലൂടെ പുരോഗമിച്ച് ഭാരതത്തിന്റെ ചരിത്രഭൂമിക വരെ എത്തി നിൽക്കുന്ന, വർത്തമാനകാല യാഥാർത്ഥ്യങ്ങൾ വരെ എത്തി നിൽക്കുന്ന വിശാലമായ യജ്ഞസങ്കല്പത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ വിപ്ലവകരമായ പുതിയ അർത്ഥതലങ്ങൾ കൽപ്പിച്ചു നൽകുകയുണ്ടായി. ഭഗവാൻ, സ്വാമിജി നേരത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഭഗവാൻ യജ്ഞം എന്ന സങ്കല്പത്തിന് വിശാലമായ അർത്ഥതലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ദ്രവ്യമയമായ യജ്ഞങ്ങളെക്കാൾ ജ്ഞാനയജ്ഞമാണ് ശ്രേഷ്ഠമെന്ന് പറഞ്ഞുകൊണ്ട്, ജ്ഞാനയജ്ഞമാണ് മഹത്തരമായത് എന്ന് പറഞ്ഞുകൊണ്ട് യജ്ഞത്തിന്റെ സാമ്പ്രദായിക സമ്പ്രദായങ്ങളിൽ നിന്നും യജ്ഞത്തിന്റെ വിശാലമായ മറ്റൊരർത്ഥതലത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മെ കൊണ്ടുപോകുന്നുണ്ട്. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയഃ എന്ന ഭഗവാന്റെ പ്രസിദ്ധമായ കർമ്മസിദ്ധാന്തം സൂചിപ്പിക്കുന്നത്, ഈ പ്രപഞ്ചമെന്ന മഹത്തായ സംവിധാനം നടന്നു പോകണമെങ്കിൽ, പ്രപഞ്ചമെന്ന മഹത്തായ ധർമ്മവ്യൂഹം മുന്നോട്ടു പോകണമെങ്കിൽ ഓരോ വ്യക്തിയും അവന്റെ ധർമാചരണം കൃത്യമായി നിർവഹിക്കണം എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഭഗവത്ഗീതാകാരൻ ലോകദാർശനികതയ്ക്ക് ഭാരതത്തിന്റെ മഹത്തായ സംഭാവനയായി നൽകിയ ആശയ മഹത്വമാകുന്നു യജ്ഞമെന്ന സങ്കല്പം. കേവലം സാമ്പ്രദായികമായ യജ്ഞസങ്കല്പത്തിനപ്പുറത്ത് ലോകം മുന്നോട്ടു പോകുന്നതിന്, ലോകമെന്ന ബൃഹത്തായ സംവിധാനം, പ്രപഞ്ചചക്രം മുന്നോട്ടു പോകുന്നതിന് ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട അവന്റെ ധർമാചരണം, ഞാനൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, ഞാനൊരു അധ്യാപികയാണെങ്കിൽ, ഞാനൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഞാനൊരു വീട്ടമ്മയാണെങ്കിൽ, ഞാനൊരു ഭർത്താവാണെങ്കിൽ, ഞാനൊരു സഹോദരനാണെങ്കിൽ, ഞാൻ ജീവിതത്തിന്റെ ഏതൊക്കെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, ഞാൻ ജീവിതത്തിന്റെ ഏതൊക്കെ പ്രവൃത്തി കേന്ദ്രങ്ങളിൽ പണിയെടുക്കുന്നവനായിക്കോട്ടെ, ഞാൻ ഈ മഹത്തായ ധർമാചരണം എന്ന ചങ്ങലയിൽ നിന്നും എനിക്ക് വേറിട്ടു നിൽക്കാൻ അധികാരമില്ല. സംപൂജ്യ രംഗനാഥാനന്ദ സ്വാമികൾ
ഭഗവത്ഗീതയുടെ 12-ാം അധ്യായത്തിന്, ഭഗവത്ഗീതയുടെ ഒരു ആധുനിക കാലത്തിന്, മോഡേൺ സയന്റിഫിക് ഏജിൽ നൽകുന്ന ഭഗവത്ഗീതയുടെ മഹത്തായ ഒരു പഠനമുണ്ട് സ്വാമികളുടെ. അതിൽ സ്വാമി പറയുന്ന 12-ാം അധ്യായം ഭക്തിയോഗത്തിന് വ്യാഖ്യാനം നൽകുമ്പോൾ സ്വാമിജി സൂചിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സ്വധർമ്മ കർമ്മ വിമുഖ കൃഷ്ണകൃഷ്ണേതി വാദിനഃ തേ ഹരേർദ്വേഷിനോ മൂഢ ധർമാർത്ഥം ജന്മ യദ്ധരേ എന്ന്. സ്വധർമ്മകർമ്മ വിമുഖനായിരിക്കുകയും, എനിക്ക് വിഹിതമായ കർമ്മമുണ്ട്, ഞാൻ ജീവിതത്തിന്റെ ഏതു മേഖലയിൽ നിൽക്കുന്നോ ആ മേഖലയിൽ നിന്നുകൊണ്ട് ഞാൻ നിർവഹിക്കേണ്ട ധർമാചരണമുണ്ട്. ഞാൻ ബ്രഹ്മചാരിയാണെങ്കിൽ, ഞാൻ ഗൃഹസ്ഥാശ്രമിയാണെങ്കിൽ, ഞാൻ വാനപ്രസ്ഥയാണെങ്കിൽ, ഞാൻ സന്യാസിയാണെങ്കിൽ, ഞാൻ സ്ത്രീയാണെങ്കിൽ, ഞാൻ പുരുഷനാണെങ്കിൽ, ഞാൻ ഉദ്യോഗസ്ഥനാണെങ്കിൽ, ഏതൊക്കെ കർമ്മമേഖലകളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കണമോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നവനെ, അതിന്റെ വിപരീത ദൃഷ്ടാന്തം പുരാണകർത്താക്കന്മാർ സൂചിപ്പിക്കുകയാണ്. സ്വധർമ്മകർമ്മ വിമുഖ, ഞാൻ എന്റെ ധർമാചരണത്തിൽ വൈമുഖ്യം കാണിക്കുകയും എന്നാൽ കൃഷ്ണകൃഷ്ണേതി വാദിനഃ, ഞാൻ വലിയ ഭഗവാന്റെ വാദിയാണ്. ഞാൻ വേദികളിൽ പോയി, ഞാൻ സദസ്സുകളിൽ പോയി ഭഗവാന്റെ ധർമ്മം പ്രഘോഷിക്കുന്നതിന് വലിയ ഉത്സാഹിയുമാണ്. ഞാൻ എല്ലാ സപ്താഹങ്ങളിലും പങ്കെടുക്കും, ഞാൻ എല്ലാ ആധ്യാത്മിക പരിപാടികളിലും പങ്കെടുക്കും, ഞാൻ ഭഗവദ്വാദിയാണ്. പക്ഷേ സ്വധർമ്മകർമ്മ വിമുഖനാണെങ്കിൽ പുരാണം പറയുന്നു, തേ ഹരേർദ്വേഷിനോ മൂഢ ധർമാർത്ഥം ജന്മയദ്ധരേ, അവൻ ഹരിവിദ്വേഷിയായ മൂഢനാണ്. കാരണം ധർമാർത്ഥം ജന്മയദ്ധരേ, ഹരിയുടെ ജന്മോദ്ദേശം, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മോദ്ദേശം ധർമാർത്ഥം, തന്റെ സ്വജീവിതം കൊണ്ട് എല്ലാ മേഖലകളിലും കർമ്മത്തിന്റെയും ധർമ്മത്തിന്റെയും പൂർണ്ണത കാണിച്ചു തന്ന വ്യക്തിയാണ് ഭഗവാൻ. ഒരിടത്തും സ്വധർമ്മ കർമാചരണത്തിൽ നിന്നും വൈമുഖ്യം കാണിക്കരുത് എന്ന് തന്റെ ദർശനത്തിന്റെ ഭാഗമായി സൂചിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ദാർശനിക മഹത്വം ഉൾക്കൊള്ളണമെങ്കിൽ, ഭഗവത് ധർമ്മം ഉൾക്കൊള്ളണമെങ്കിൽ സ്വധർമ്മകർമ്മ വിമുഖനായാൽ സാധിക്കില്ല. കാരണം ഭഗവാൻ ധർമ്മമൂർത്തിയാണ്. ധർമ്മമൂർത്തിയായ ഭഗവാൻ കാലഘട്ടത്തിനനുസരിച്ച് യജ്ഞത്തിനു നൽകിയിരിക്കുന്ന ഏറ്റവും ആധുനിക ചിന്തയോട് ചേർന്ന് നിൽക്കുന്ന നിർവചനം, ഓരോ വ്യക്തിയും അവനവന്റെ ധർമാചരണത്തിലൂടെ പ്രപഞ്ചമഹായജ്ഞത്തിന്റെ ഭാഗമായി തീരുന്നു. അപ്പോ യുധിഷ്ഠിര മഹാരാജാവ് നടത്തിയ രാജസൂയം എന്ന മഹായജ്ഞവും നാം ഓരോരുത്തരും ദൈനംദിന ജീവിതത്തിൽ ഈ പ്രപഞ്ചമാകുന്ന മഹായജ്ഞത്തിലേക്ക് എന്റേതായ ചെറിയ യോഗദാനം, ഞാൻ ഒരുപക്ഷെ നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന ഒരു ചെറിയ പൈപ്പ്, അത് തുറന്നു കിടക്കുന്ന പൈപ്പ് വെള്ളം പോകണ്ടെന്ന് കരുതി പൂട്ടുന്നേ ഉണ്ടാവുള്ളൂ. അത് സമൂഹത്തിന്റെ മഹത്തായ കർമാചരണത്തിൽ ഒരു ചെറിയ പങ്ക് വഹിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചാൽ, എന്തെങ്കിലും ഒരു കർമാനുഷ്ഠാനം എന്നെ കൊണ്ട് ചെയ്യാൻ സാധിച്ചാൽ, അത് ഞാൻ ഈ പ്രപഞ്ചം ഏവം പ്രവർത്തിതം ചക്രം, ഈ മഹത്തായ ധർമാചരണത്തിന്റെ മഹത്തായ യജ്ഞവേദിയിൽ വന്ന് ഞാൻ ചിലപ്പോ ഭക്തർക്ക് വെള്ളം എടുത്തു കൊടുക്കുന്നേ ഉണ്ടാവുള്ളൂ. അവിടെ ഇവിടെയൊക്കെ ചെരുപ്പഴിച്ചിടുന്ന ഭക്തന്മാരുടെ ചെരുപ്പുകൾ ഭംഗിയാക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ള ഒരേ ഒരു ജോലിയെ ഞാൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ ഞാൻ ചെയ്യുന്ന ഈ കർമ്മം പോലും, മഹാഭാരതത്തിലെ ജരിതയുടെ കഥയുണ്ട്. ഖാണ്ഡവ വനം ദഹിക്കുമ്പോൾ ഒരു കൊച്ചു പക്ഷിക്കുഞ്ഞ് അതിന്റെ കൊച്ച് കൊക്കില് കൊള്ളാവുന്ന ഒരു ഇത്തിരി വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആളിക്കത്തിപ്പടരുന്ന മഹാ അഗ്നിയുടെ മുകളിലേക്ക് കുടയുകയാണ്. വീണ്ടും അവൻ പറന്നു പോകും, ഒരു ഇത്തിരി കൊക്കില് കൊള്ളാവുന്ന വെള്ളം എടുത്തുകൊണ്ടുവരും, വീണ്ടും അവിടെ കുടയും. ഇത് നിരന്തരം ആവർത്തിച്ചപ്പോൾ അവനോട് ചോദിച്ചു, നീ ഈ വെറുതെ വൃഥാ വ്യായാമം ചെയ്യുന്നത് എന്തിനാണ്? നിന്റെ കൊക്കിൽ കൊള്ളുന്ന ഒരു ഇത്തിരി വെള്ളം കൊണ്ട്
കുത്തിക്കയറുന്ന ഈ പാവകനെ ദഹിപ്പിക്കാൻ സാധിക്കുമോ? ഈ വൃഥാവ്യായാമത്തിന് നീ എന്തിന് മുതിരുന്നു എന്ന് ചോദിച്ചപ്പോൾ, എന്റെ കൊക്കിലെ ഈ ഒരു തുള്ളി വെള്ളത്തിന് അഗ്നിയുടെ ഒരംശത്തെയെങ്കിലും നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന അധർമാഗ്നിയെ നശിപ്പിക്കാൻ, ഈ കാലഘട്ടത്തിന്റെ കെട്ടകാലമെന്ന് നാം പറയുമ്പോൾ സമൂഹത്തിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആന്ധ്യത്തിന്റെ അധർമാഗ്നിയെ നശിപ്പിക്കുവാൻ ഞാൻ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയെങ്കിലും പ്രയോജനകരമായി തീരണേ എന്ന സഫലമായ പ്രാർത്ഥനയാണ് ഭക്തനെ ഭാഗവത ധർമാചരണത്തിലേക്ക് നയിക്കുന്നത്. ഈ ഘട്ടത്തിൽ ഈ മാനസിക ഉദ്ബോധനത്തിന്റെ ഉൾക്കൊള്ളലിൽ നിന്നുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയജ്ഞത്തെ നാം തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ ഒരു ചക്രവർത്തി തന്റെ സാമ്രാജ്യ വിപുലീകരണത്തിന്റെ ഭാഗമാക്കി നടത്തിയ, ഇന്നും നമ്മൾ കാണുന്നുണ്ട്, ലോക ചരിത്രത്തിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്, സൂര്യനസ്തമിക്കാത്ത ഒരു സാമ്രാജ്യം ഇവിടെ സൃഷ്ടിച്ച വൈദേശിക ആക്രമണങ്ങളെ മുഴുവനും, സാമ്രാജ്യ വിസ്തൃതിക്ക് വേണ്ടി അലക്സാണ്ടർ ചക്രവർത്തി നടത്തിയ ആക്രമണങ്ങളെ മുഴുവനും ഈ പശ്ചാത്തലത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അവിടെയാണ് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം സ്ഥാപിച്ച സാമ്രാജ്യത്വമോഹികളായ സ്വേച്ഛാധിപതികളുടെ യജ്ഞവും ധർമാചരണത്തിനു വേണ്ടി ഒരേയൊരു രാജാവിന്റെ ധർമാചരണത്തിൻ കീഴിൽ ഭാരതത്തെ, വിശാലമായ ഭാരതത്തെ, എത്ര വിശ്വം ഭവത്യേകനീടം എന്ന ഉപനിഷദ് ദർശനമുണ്ട്. ഒരു പക്ഷിയുടെ കൂട്ടിൽ എത്രമാത്രം സുരക്ഷിതരായി പക്ഷിക്കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നുവോ അതുപോലെ വിശ്വം മുഴുവൻ ഒന്നായി കാണുന്ന വസുധൈവ കുടുംബകമെന്ന ഭാരതീയ ദർശനത്തിന്റെ നീതീകരണവും പ്രഖ്യാപനവുമാണ് രാജസൂയം പോലെ ഭാരതീയ ഋഷിതുല്യരായ ആചാര്യന്മാർ നടത്തിയിരുന്ന യജ്ഞത്തിന്റെ താത്വികമായ അംശം. അല്ലാതെ വേദങ്ങളിൽ പറയുന്ന തരത്തിലുള്ള ഭൗതികാർത്ഥത്തിൽ നാം എടുത്താൽ, അതിന്റെ ഉപരിപ്ലവമായ അർത്ഥത്തിലെടുത്താൽ, യാഗാഗ്നിയിൽ ഹോമിക്കുന്ന സാമ്പ്രദായികമായ യജ്ഞ സംവിധാനത്തിനപ്പുറത്ത് ധനധാന്യ സമൃദ്ധിക്ക് വേണ്ടി, വിസ്തൃതിക്ക് വേണ്ടി രാജാക്കന്മാർ നടത്തുന്ന സാമ്രാജ്യ വിപുലീകരണം എന്ന തത്വത്തിനപ്പുറത്ത് അതും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിന്റെ ചരിത്രത്തില് രഘുവംശ രാജാക്കന്മാർ ആനാഗരഥവർത്മനാം, സ്വർഗം വരെ തങ്ങളുടെ പ്രശസ്തി എത്തിച്ചവരായിരുന്നു ഭാരതത്തിന്റെ രാജാക്കന്മാർ. ഏതു രീതിയിൽ? ധർമ്മചക്രവർത്തിമാർ എന്ന രീതിയിൽ, ധാർമ്മിക ഭരണം നടപ്പാക്കിയവർ എന്ന രീതിയിൽ, ധാർമ്മിക നിയമ സംഹിതയുടെ ഭാഗമായി ഈ സമൂഹത്തെ ഒന്നായി ഉപനയിച്ചവർ എന്ന രീതിയിൽ യജ്ഞത്തിന് വിശാലമായ അർത്ഥതലം കൈവരുന്നു. പാണിനി മഹർഷി യജ്ഞത്തിന് മറ്റൊരു ആശയഗരിമയുള്ള അർത്ഥസാധ്യത കൽപ്പിക്കുന്നുണ്ട്. അത് സംഗതികരണം എന്ന അർത്ഥമാണ്. യജ്ഞത്തിലൂടെ യജ്ഞശബ്ദത്തിന് സംഗതികരണാർത്ഥം നൽകിക്കൊണ്ട് മറ്റൊരു താത്വിക തലത്തിലേക്ക്, മറ്റൊരു ആശയ ഗരിമയുടെ തലത്തിലേക്ക് ഭാരതത്തിന്റെ വൈയാകരണന്മാർ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. സംഗതികരണം എന്നാൽ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തിൽ പുതിയൊരു വസ്തുവും നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പുതിയൊരു വസ്തുവിന്റെ നിർമ്മിതി നമുക്ക് സാധിക്കുകയില്ല. ഉള്ളതിനെ പരിവർത്തനപ്പെടുത്താൻ നമുക്ക് സാധിക്കും. മണ്ണു നമുക്കുണ്ട്, മണ്ണിൽ നിന്നും മനോഹരമായ വിഗ്രഹം നമുക്കുണ്ടാക്കാൻ സാധിക്കും. ഒരു ഇൻവെൻഷൻ നമ്മളെ കൊണ്ട് സാധിക്കും. ഈ അർത്ഥത്തിൽ സംഗതികരണം എന്നാൽ പുതിയ ആശയങ്ങളുടെ രൂപീകരണം എന്ന അർത്ഥത്തിൽ സംഗതികരണാർത്ഥം യജ്ഞത്തിന് പാണിനി മഹർഷി നൽകുന്നുണ്ട്. അതായത് യജ്ഞം എന്നാൽ പ്രപഞ്ചത്തിലെ പുതിയ തത്വങ്ങളുടെ കണ്ടെത്തൽ, ചിന്തയുടെ മഥനം, ചിന്തയുടെ ക്രമീകരണത്തിലൂടെ പുതിയ ആശയ സംവിധാനത്തെ കണ്ടെത്തി അവതരിപ്പിക്കുക എന്ന തലത്തിലും യജ്ഞത്തിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് പരീക്ഷണശാലകളിൽ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്റെ നിസ്വാർത്ഥമായ കർമാനുഷ്ഠാനവും പുതിയ തത്വങ്ങളെ ചിന്ത കൊണ്ട് കണ്ടെത്തി അവതരിപ്പിക്കുന്ന
ജിജ്ഞാസുക്കളായവരുടെ കർമാനുഷ്ഠാനവും യജ്ഞത്തിന്റെ വിശാലമായ ഭൂമികയിൽ നമുക്ക് പെടുത്താൻ സാധിക്കും. ഇത്തരത്തിൽ നിരവധി ധാർമ്മിക, താത്വിക, രാഷ്ട്രീയ ചിന്തകൾക്ക് പ്രേരണ നൽകുന്നതാണ് ഭാരതത്തിന്റെ യജ്ഞ സംവിധാനം. ഇവിടെ ധർമ്മപുത്രർ യജ്ഞം നടത്താൻ തീരുമാനിച്ചപ്പോൾ, ധർമ്മപുത്രർ യാഗം നടത്താൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരോടും വിളിച്ചിട്ട് രാജസൂയ യാഗം നടത്തിയാലോ, നമുക്ക് രാജ്യം കിട്ടി, നമുക്കിനി രാജസൂയ യാഗം നടത്തിയാലോ എന്ന് ധർമ്മപുത്രർ ചോദിക്കുമ്പോൾ ശ്രീമദ് ഭാഗവതം നൽകുന്ന ഏറ്റവും നല്ല ഒരു ഉത്തരം, ശ്രീമദ് ഭാഗവതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഏതൊക്കെ മാർഗത്തിൽ മനുഷ്യർ പൊക്കോട്ടെ, ഏതൊക്കെ ജീവിതത്തിന്റെ പരിതസ്ഥിതികളിൽ ജീവിച്ചോട്ടെ, ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ അവൻ പുലർന്നോട്ടെ, അവരാരും ഭഗവത് ഭക്തി എന്ന വിശാലമായ ചരടിന്, ഇവരെല്ലാവരും ഭഗവത് ഭക്തി എന്ന വിശാലമായ ചരടിനാൽ കോർക്കപ്പെട്ടിരിക്കുന്നു. മയി സർവമിതം പ്രോതം സൂത്രേ മണികളായിവ, നൂലിൽ മണികൾ പോലെ എന്നിലെല്ലാം ചേലിൽ കോർത്തുള്ളതാണ് ഓർത്തിടയണം എന്ന് ഭഗവാൻ പറഞ്ഞത്. ഭഗവാനിൽ ഭക്തി എന്ന, ഭഗവാനിലൂടെ സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തിയിൽ നാം ഓരോരുത്തരും കോർക്കപ്പെട്ടിരിക്കുന്നു. ശ്രീമദ് ഭാഗവതം എന്ന ഭക്തി ചരടിൽ കോർക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഇത്രയുമൊക്കെ വിശാലമായ ധാർമ്മിക സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ശ്രീമദ് ഭാഗവതകാരൻ യജ്ഞത്തെ വ്യാഖ്യാനിക്കുന്നത് ത്വത്പാദുകേ അവിരതം പതിയേ ചരന്തി ധ്യായന്ത്യഭദ്രനശനെ ശുചിയോ ഗൃണന്തി വിന്ദന്തി തേ കമലനാഭ ഭവാപവർഗമാശാസത്തെ യതിത ആശിഷ ഈശനാന്യേ എന്ന ശ്ലോകം കൊണ്ടാണ് യജ്ഞത്തെ നിർവചിക്കുന്നത്. ത്വത്പാദുകേ അവിരതം പരിചരന്തി, ഹേ കമലനാഭ, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദകമലങ്ങൾ കൊണ്ട് അവിരതം, അങ്ങയുടെ പാദകമലങ്ങളെ ശിരസിൽ അണിഞ്ഞുകൊണ്ട് സേവിക്കുന്ന, മനസ്സുകൊണ്ട് അവിടുത്തെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന, നിരന്തരമായി ഭഗവത് നാമം ജപിച്ച് നാവ് ഭഗവത് രതിയിൽ മുഴുകിയിരിക്കുന്ന, ഭഗവാനോട് ഒന്നായിരിക്കുന്ന ഭക്തൻ എന്തിന് യാഗം ചെയ്യണം? ഭക്തന്റെ യാഗാനുഷ്ഠാനം എന്തിനായിരിക്കണം? ശ്രീമദ് ഭാഗവതം നൽകുന്ന ഏറ്റവും വലിയ ആശയം ഇവിടെയാണ് പ്രസക്തമാവുന്നത്. നിരന്തരമായി ഭഗവത് രതിയിൽ മുഴുകിയിരിക്കുന്ന, നാവുകൊണ്ട് ഭഗവത് നാമങ്ങൾ ജപിക്കുന്ന, കണ്ണുകൊണ്ട് ഭഗവത് രൂപം കാണുന്ന, ചെവി കൊണ്ട് ഭഗവത് ശ്രവണം ചെയ്യുന്ന, മാനസികമായ എല്ലാ വ്യാപാരങ്ങളും ഭഗവാനിൽ അർപ്പിച്ച് ഭഗവന്മയനായി തീർന്ന ഒരു ഭക്തൻ, ഭക്തോത്തമനായ ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാട്, ഭാഗവതോത്തമനായ ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാട് തന്റെ ഭക്തിയുടെ ആനന്ദലഹരിയിൽ വളരെ മനോഹരമായ ഉള്ളിൽ നിന്ന് വന്നുപോയ അദ്ദേഹത്തിന്റെ ഒരു ആശയമുണ്ട്. ഗുരുവായൂർ തൊഴുവാൻ നിൽക്കുമ്പോ, ശിവേലി കണ്ടുകൊണ്ട് നിൽക്കുമ്പോ, ഭഗവാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ട് ഒരിക്കൽ ഓട്ടൂർ പറഞ്ഞു, കുളിർത്തതെന്മെയ് അഭിഷേചനത്താൽ. ഗുരുവായൂരപ്പ, അഭിഷേകം ചെയ്തതൊക്കെ അങ്ങേയാണ്. രാവിലെ വന്നു, നിർമാല്യം തൊഴുതു, അത് കഴിഞ്ഞ് അഭിഷേകം സ്വീകരിച്ചത് അങ്ങാണ്. പക്ഷേ കുളിർത്തതെന്മെയ് അഭിഷേചനത്താൽ, ഗുരുവായൂരപ്പ, എന്റെ ദേഹമാണല്ലോ ഈ അഭിഷേകം കൊണ്ട് കുളിർത്തത്. ഉഷപൂജ സ്വീകരിച്ച് ആ മലർ നിവേദ്യം തന്നപ്പോൾ നിറഞ്ഞതെൻ കൊക്ഷി, വിശന്നിരുന്ന എന്റെ വയറാണല്ലോ ആ മലർ നിവേദ്യം കൊണ്ട് നിറഞ്ഞത്. വിയർത്തതെൻ നെറ്റി ശിവേലി കൊണ്ടേൻ. ഗുരുവായൂരപ്പ, ഈ വെയിലത്ത് ശിവേലിക്ക് പ്രദക്ഷിണം വെച്ചപ്പോ അങ്ങാണ് വെയില് കൊണ്ടത്, പക്ഷേ എന്റെ നെറ്റിയാണല്ലോ ഗുരുവായൂരപ്പ വിയർത്തത്. ദീപാരാധന സമയത്ത് ആ ചൂടുകൊണ്ട് എന്റെ ശരീരമാണല്ലോ ചുട്ടത്. ഭക്ഷണം കഴിക്കാനായി ഭഗവാന് നേദിച്ചപ്പോ ആ ഉപ്പുമാങ്ങയൊക്കെ കഴിച്ചു കൂട്ടി, പഴന്നുറുക്കും കൂട്ടി ഊണ് കഴിച്ചപ്പോ എന്റെ വയറാണല്ലോ ഭഗവാനെ നിറഞ്ഞത്. കവി ഏറ്റവും അവസാനം ധന്യമായ ഒരു നിർവൃതിയിൽ ചോദിക്കുന്നു, മരുത്പുരാധീശ ഇതെന്തു ന്യായം? കുളിർത്തതെന്മൈ അഭിഷേചനത്താൽ
മരുത്പുരാധീശ ഇതെന്തു ന്യായം. ഭഗവാനെ, അവിടത്തേക്ക് ചെയ്തത് മുഴുവനും ഞാനാണല്ലോ അനുഭവിച്ചത്. ഹേ മരുത്പുരാധീശ, ഇതെന്തു ന്യായം എന്ന് നിർവൃതിയോടെ കവി ചോദിക്കുന്നുണ്ട്. ഇവിടെ രാജാവ് എത്തിച്ചേർന്ന ഒരവസ്ഥ, യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനെ മുന്നിലിരുത്തിക്കൊണ്ട് പറയുന്ന ഒരവസ്ഥ, ഭഗവാന്റെ പാദങ്ങളിൽ സദാരതിയുള്ള, ഭഗവാനിൽ മാത്രം മനസ്സുറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തനായ എനിക്ക് എന്തിന് രാജസൂയയാഗം നടത്തണം? ഉത്തരം പറയുന്നു, ഭവച്ചരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു ലോകയേശ. എന്തിനാ യാഗം നടത്തണേ? ഭവച്ചരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു, ലോകം കാണട്ടെ. ബഹുവിധത്തിൽ ജീവിക്കുന്ന, ഭൗതിക സമൃദ്ധിയിലെ മതോന്മത്തരായി ജീവിക്കുന്ന ഈ ലോകം കാണട്ടെ ഭഗവത് ഭക്തന്മാരുടെ ക്ഷേമൈശ്വര്യങ്ങൾ. ഭഗവാന്റെ ഭക്തനുണ്ടാകുന്ന ക്ഷേമവും ഐശ്വര്യവും, ഭഗവത് ഭക്തനുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിഭൂതികളും ലോകം കണ്ടു മനസ്സിലാക്കട്ടെ. അതിനുവേണ്ടി ഭക്തൻ യാഗം നടത്തണം. ഇവിടെയാണ് ഭാഗവത യജ്ഞസങ്കല്പത്തിന്റെ ഏറ്റവും ആർദ്രമായ തലത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. നാം നേരത്തെ പറഞ്ഞ യജ്ഞത്തെക്കുറിച്ചുള്ള വിശാലമായ സങ്കല്പങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. ഭക്തൻ എന്തിന് യാഗം നടത്തണം? ഭക്തൻ എന്തിന് സമൂഹത്തിൽ നേതൃത്വം കൊടുക്കണം? ഭക്തൻ എന്തിന് സമൂഹത്തിന്റെ ധാർമ്മിക പ്രവർത്തനങ്ങളിൽ അഭിമാനത്തോടെ മുന്നിൽ നിന്നുകൊണ്ട് പങ്കാളിയാവണം? ഭക്തൻ എന്തിന് ധനം സമ്പാദിക്കണം? ഭക്തൻ എന്തിന് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങണം? ഭക്തൻ എന്തിന് സന്തോഷത്തോടെ ജീവിക്കണം? ഭക്തൻ എന്തിന് അഭിമാനത്തോടെ ആത്മനിർവൃതിയോടെ ലോകത്തിന്റെ മുന്നിൽ മാതൃകയായി ജീവിക്കണം? എന്തിനു വേണ്ടിയിട്ട്? ഭവച്ചരണാരവിന്ദ സേവാനുഭാവമിഹ പശ്യതു ലോകയേശ. ഭക്തന്മാരുടെ മഹിമ ലോകം കാണട്ടെ, ഭക്തന്മാരുടെ ഐശ്വര്യ സമൃദ്ധികൾ ലോകം കാണട്ടെ. അതിനുവേണ്ടി ഭക്തൻ തന്റെ കർമാചരണത്തിൽ നിന്നും പിന്മാറാൻ പാടില്ല. ഭക്തന്റെ ഓരോ കർമ്മവും, ഭക്തന്റെ ഓരോ പ്രവൃത്തിയും, സമൂഹത്തിന് കൊടുക്കുന്ന നേതൃത്വവും ഒക്കെ ഭഗവത് വിഭൂതികളുടെ നീതീകരണവും പ്രഖ്യാപനവുമാണ്. അയ്യപ്പ പണിക്കരുടെ മഹത്തായ വളരെ രസകരമായ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ അദ്ദേഹം വിഷുക്കാലമാകുമ്പോൾ പൂക്കുന്ന കണിക്കൊന്നകളെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വിഷുക്കാലമാകുമ്പോൾ കൊന്ന മനസ്സിൽ വിചാരിക്കും, എനിക്കാവതില്ല പൂക്കാതിരിക്കാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന് ആലോചിക്കും അത്രേ. കാലം തെറ്റി വരുന്ന, കാലം തെറ്റിപ്പൂക്കുന്ന കൊന്നകളെ നമുക്ക് പരിഗണിക്കണ്ട. കാലത്ത് പൂക്കുന്ന, വൃത്തിയായ വിഷുക്കാലത്ത് പൂക്കുന്ന കൊന്ന മനസ്സിൽ സങ്കല്പിക്കും അത്രേ, എനിക്ക് പൂക്കാതിരിക്കാനാവില്ല. കാരണം വിഷു വന്നു എന്ന് ലോകമറിയുന്നത് എന്നിലൂടെയാണല്ലോ. കലണ്ടർ നോക്കിയിട്ടല്ല നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. കൊന്നയൊക്കെ പൂത്തു തുടങ്ങി, വിഷു ആവാറായി എന്ന് തോന്നുന്നു. അപ്പോഴാ നോക്കുമ്പോ ഏപ്രിൽ ആവണു, മാർച്ച് കഴിഞ്ഞു എന്ന് മനസ്സിലാവണം. അതുപോലെ ഭാഗവത യുഗം വന്നിരിക്കുന്നു. ഭഗവത് ധർമ്മം അനുഷ്ഠിക്കുന്നവരുടെ നേതൃത്വം വന്നിരിക്കുന്നു സമൂഹത്തിൽ. ആദർശ ഭരണാധിപൻ, സ്ഥിതപ്രജ്ഞനായ ഭരണാധിപന്റെ നേതൃത്വം സമൂഹത്തിൽ വന്നിരിക്കുന്നു എന്ന് സമൂഹം അറിയുന്നത് വേഷത്തിൽ, വാക്കിൽ, നോക്കിൽ, പ്രവൃത്തിയിൽ ധർമാചരണമുള്ളവന്റെ ആത്മാഭിമാനമുള്ള ലോകക്രമം ഇവിടെ ഉണ്ടാവുന്നു എന്ന് സാമാന്യ ജനങ്ങൾ തിരിച്ചറിയുന്നത് ഭക്തന്റെ സന്തോഷത്തിലൂടെ ആയിരിക്കണം. അടുത്ത വീട്ടിൽ വലിയ ഗുരുവായൂരപ്പ ഭക്തനൊക്കെയാ താമസിക്കണം. എല്ലാ ദിവസവും വഴക്കാം. ഇത് നേരവും ആ വീട്ടിൽ നിന്ന് കുട്ടികളുടെ കരച്ചിലും ഭാര്യയുടെ കരച്ചിലും ഒച്ചപ്പാടും ബഹള കേൾക്കണത്. കച്ചവടം 100 നിലയിൽ പൊട്ടിയിട്ടായിരിക്കണത്. ഭക്തനൊക്കെയാണ്. എന്ത് പ്രയോജനം ഇതൊക്കെ കൊണ്ട്? ലോകം ചോദിക്കാനിടയുണ്ട്, ലോകം സംസാരിക്കാനിടയുണ്ട്, ലോകം പലതരത്തിൽ അപവദിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഭക്തൻ ആത്മനിർവൃത്തിയോടെ ജീവിക്കേണ്ടത് ഭഗവത് ഭക്തിയുടെ മഹത്വത്തിന്റെ ലോകത്തോടുള്ള നീതീകരണവും പ്രഖ്യാപനവുമാണ്. ഭക്തന് ധർമാനുഷ്ഠാനത്തിൽ നിന്നും മാറി നിൽക്കാൻ അവകാശമില്ല എന്ന് പറയാൻ കാരണം, ഭക്തന്റെ ധർമാനുഷ്ഠാനം ഭഗവത് ധർമാനുഷ്ഠാനത്തിന്റെ ഭാഗമായതുകൊണ്ട് ഒരു നിസ്സാരമെന്ന് തോന്നുന്ന കർമ്മവും ഭക്തൻ ചെയ്യുമ്പോൾ അത് ഭഗവത് വിഭൂതികളുടെ വിളംബരമായി മാറുന്നു. അത് ഭഗവത്
മഹത്വത്തിന്റെ പ്രഘോഷണമായി മാറുന്നു. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം യജ്ഞത്തിന് മറ്റൊരു അർത്ഥസാധ്യത കൂടെ നൽകുന്നു. ഭഗവാന്റെ ഭക്തന്മാരുടെ മഹിമ ലോകം കാണട്ടെ. അതിനുവേണ്ടി യുധിഷ്ഠിരൻ ഭക്തന്റെ രാജ്യഭരണമാണ് നടക്കുന്നത്, ധർമാചരണം നടത്തുന്നവന്റെ രാജ്യഭാരമാണ് നടത്തുന്നത്. ലോകം മുഴുവൻ അതറിയണം. സൂര്യനെ പോലെ തേജസ്വിയായ രാജാവ്, ചന്ദ്രനെ പോലെ നൈർമല്യമുള്ള രാജാവ്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ധർമ്മകീർത്തി എത്തിക്കുന്ന രാജാവ്, അത് ഒരു രാജ്യത്തിന്റെ ക്ഷേമൈശ്വര്യങ്ങളുടെ പ്രഖ്യാപനം കൂടിയാണ്. ഇങ്ങനെ ഒരു അർത്ഥതലം കൂടി ശ്രീമദ് ഭാഗവതം ഈ സാധ്യതയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അങ്ങനെ ഭാഗവത രാജസൂയത്തിന്റെ ഫലം ഇവിടെ കാണിച്ചു. ഭാരതത്തിന്റെ സനാതനമായ വേദാന്ത പഠന പദ്ധതി അനുസരിച്ച് ഇവിടെ രാജസൂയത്തിന് ഭക്തനാണ് അധികാരി. ഭക്തിയുടെ മഹിമ വിളംബരം ചെയ്യുന്നതാണ് ഈ രാജസൂയത്തിന്റെ വിഷയം. ഭക്തിയുടെ വിജയമാണ്, ഭക്തിയുടെ സർവതോത്കൃഷ്ടമായ പ്രഖ്യാപനമാണ് ഈ ഭാഗവത രാജസൂയത്തിന്റെ പ്രയോജനം. ഭക്തിയുടെ സർവകാല പ്രസക്തമായ വിജയ ഐശ്വര്യങ്ങളുടെ, ക്ഷേമ ഐശ്വര്യങ്ങളുടെ പ്രഖ്യാപനമാണ് ഭാഗവത രാജസൂയത്തിന്റെ പ്രയോജനം. അങ്ങനെയുള്ള ഭാഗവത രാജസൂയം നടത്തുവാനായി തീരുമാനിക്കുന്നു. ഭഗവത് സ്വരൂപം ഭക്തന് ഉൾക്കൊണ്ട ഭക്തൻ രാജസൂയം നടത്തുവാൻ തീരുമാനിക്കുന്നു. ഭഗവാനോട് യുധിഷ്ഠിരൻ അഭ്യർത്ഥിക്കുന്നു, എല്ലാ തരത്തിലുള്ള രാജസൂയം ഋഷീണാം പിതൃദേവാനാം സുഹൃദാമപി ന പ്രഭോ സർവേഷാമപി ഭൂതാനാം ഈപ്സിത ക്രതുരാടയം. പിതൃക്കളും ഋഷികളും ദേവന്മാരും നമ്മളുടെ സുഹൃത്തുക്കളായ മറ്റു രാജാക്കന്മാരും എല്ലാവരും ഈ ആഗ്രഹിക്കുന്ന ക്രതുവാണ്, എല്ലാവരും ആഗ്രഹിക്കുന്ന യാഗമാണ് രാജസൂയം. അതുകൊണ്ട് നിങ്ങൾക്ക് ദിഗ്വിജയം സാധിക്കും എന്ന് ഭഗവാൻ യുധിഷ്ഠിരാദികൾക്ക് ഉറപ്പു കൊടുക്കുന്നു. ഭഗവത്ഗീതയിൽ നമേ ഭക്ത പ്രണശ്യതി എന്ന ഉറപ്പു പോലെ ഭക്തനായ ഭരണാധിപന്, ധർമാചരണത്തിൽ വീഴ്ച വരുത്താത്ത ഒരു ഭരണാധിപന് ഭഗവാൻ കൊടുത്ത ഒരു ഉറപ്പാണ് ഇവിടെ. ന കിഞ്ചിത് മത്പരം ലോകേ തേജസാ യശസാശ്രിയ വിഭൂതിഭേദാത് ദേവ്യോപി കിമുപാർത്ഥിത എന്ന ഭഗവാന്റെ ഉറപ്പിലൂടെ നാം കാണുന്നത്. നമേ ഭക്ത പ്രണശ്യതി എന്ന ഭക്തന് കൊടുത്ത ഉറപ്പ് പോലെ ഭാഗവത ധർമ്മം അനുഷ്ഠിക്കുന്ന രാജാവിന് ഒരിക്കലും നാശമുണ്ടാവുകയില്ല. എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരാൾക്ക് ലോകത്തിലെ മറ്റൊരു തരത്തിലുള്ള തേജസ്സുകൊണ്ടോ യശസ്സുകൊണ്ടോ ഐശ്വര്യം കൊണ്ടോ ധാന്യ സൈന്യബലം കൊണ്ടോ എന്നെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തനെ ഒരാൾക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല എന്ന ഉറപ്പ് രാജസൂയയജ്ഞത്തിന് പുറപ്പെട്ട യുധിഷ്ഠിരന് ഭഗവാൻ നൽകുന്നു. ഈ ഒരു വലിയ ഉറപ്പിന്മേലാണ് തന്നിൽ ആശ്രയിച്ച ഭരണാധിപനായ യുധിഷ്ഠിര മഹാരാജാവിന് മറ്റ് ഏതൊക്കെ തരത്തിലുള്ള ഐശ്വര്യങ്ങൾ ഉണ്ടായാലും, മറ്റേതൊക്കെ തരത്തിലുള്ള സൈന്യബലം കൊണ്ട് നിന്നെ കീഴ്പ്പെടുത്താൻ വന്നാലും, പ്രഭുബലം കൊണ്ട് നിന്നെ കീഴ്പ്പെടുത്താൻ വന്നാലും, ഏതൊക്കെ തരത്തിലുള്ള ഐശ്വര്യ സമൃദ്ധികളുമായി നിന്നോട് എതിരിടാൻ വന്നാലും ഭക്തി നൽകുന്ന മാഹാത്മ്യം കൊണ്ട് യുധിഷ്ഠിരനെ ഒരു കാലത്തും തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന ഉറപ്പ് നൽകിയതിന്റെ പിൻബലത്തിലാണ് രാജസൂയം എന്ന മഹായാഗത്തിന് യുധിഷ്ഠിരൻ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ യുധിഷ്ഠിര മഹാരാജാവിന് രാജസൂയം നടത്തുവാനുള്ള ശക്തമായ പ്രേരണ നൽകിയത് ഈ ധർമ്മമായിരുന്നു, ഭഗവാന്റെ ഈ ഉറപ്പായിരുന്നു. നാം നേരത്തെ പറഞ്ഞ യജ്ഞാചരണം എന്ന വിശാലമായ അർത്ഥത്തിലെടുക്കുമ്പോൾ ഭഗവാൻ കൂടെയുണ്ടെന്ന, ഓരോ കാൽവയ്പിലും ശക്തമായി മുന്നോട്ടു പോകാനുള്ള പ്രേരണ നൽകിക്കൊണ്ട് കൂടെയുണ്ടെന്ന ഓരോ വ്യക്തിക്കും ഭഗവാൻ നൽകുന്ന ഉറപ്പിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ധർമാചരണം ആരംഭിക്കുന്നത്.
എന്റെ മാർഗത്തിൽ ശക്തമായി പിന്തുടരാൻ ഭഗവാന്റെ ശക്തിയുണ്ട് എന്ന ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഭക്തന്റെ ധർമാചരണം മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് തലത്തിലും രാജാവിന് ഭഗവാൻ നൽകിയ ഉറപ്പും ഭക്തന് ഭഗവാൻ നൽകിയ ഉറപ്പും, ഈ രണ്ട് തലത്തിൽ നിന്നുകൊണ്ട് ഈ ആശയത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ ഭഗവാൻ നൽകിയ ഉറപ്പിന്മേൽ യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയയജ്ഞത്തിന് ഇറങ്ങി പുറപ്പെടുന്നു. രാജസൂയയജ്ഞത്തിന്റെ ഭാഗമാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഒറ്റ ധർമാചരണത്തിന്റെ കീഴിൽ ഒരു സമൂഹത്തെ മുഴുവൻ കൊണ്ടുവരിക. അതിന്റെ ഭാഗമായി ഈ ധർമാചരണത്തിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന രാജാക്കന്മാരെ പരാജയപ്പെടുത്തുക എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. 4 ദിക്കിലേക്കും സൈന്യങ്ങളെ അയക്കുന്നു. യുധിഷ്ഠിരൻ എന്ന ഏകധർമാധിപതിയുടെ ധർമാധിപത്യത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 4 ദിക്കിലേക്കും രാജ്യത്തെ സൈന്യത്തെയും രാജാക്കന്മാരെയും അയക്കുന്നു. അതിനിടയിലാണ് വളരെ പ്രസിദ്ധമായ ജരാസന്ധന്റെ മരണകഥ വരുന്നത്. ജരാസന്ധനെ ഭഗവാൻ കൊന്ന, ഭീമസേനൻ കൊന്ന വളരെ പ്രസിദ്ധമായ കഥ വരുന്നത് അതിനിടയ്ക്കാണ്. മഗധ രാജാവായ ജരാസന്ധൻ, തന്റെ അധർമ്മ ഭരണത്തിന്റെ മൂർത്തിമദ്ഭാവമായി ജീവിച്ച ജരാസന്ധൻ അനേക രാജാക്കന്മാരെ തന്റെ കല്ലറയ്ക്കുള്ളിൽ പാർപ്പിച്ചുകൊണ്ട് അധർമ്മ ഭരണം നടത്തിയിരുന്ന ജരാസന്ധന്റെ കൊട്ടാരത്തിൽ ജരാസന്ധനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും ഭീമസേനനും ബ്രാഹ്മണ രൂപത്തിൽ പോവുകയാണ്. ബ്രാഹ്മണ രൂപത്തിൽ ചെല്ലുമ്പോ 3 പേരും വേഷം മാറിയിട്ടാണ് ചെല്ലുന്നത്. ജരാസന്ധൻ വലിയ ബ്രാഹ്മണ ഭക്തനാണത്രേ. ബ്രാഹ്മണരെ ഒരിക്കലും ജരാസന്ധൻ നിരുത്സാഹപ്പെടുത്തില്ല. അവരെ എപ്പോ കണ്ടാലും സ്വീകരിക്കും. ജരാസന്ധൻ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ രസകരമായ പല സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ള മഹാത്മാവാണ്. അങ്ങനെ ബ്രാഹ്മണ ഭക്തനായ ജരാസന്ധൻ ഇതുപോലുള്ള ധാരാളം രാജാക്കന്മാരെ അന്യായമായി താൻ നടത്തുന്ന തന്റെ സ്വാർത്ഥത പൂർത്തീകരണത്തിന് വേണ്ടി താൻ നടത്തുന്ന ഒരു വലിയ യാഗത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് ധാരാളം രാജാക്കന്മാരെ തന്റെ തടങ്കലിൽ പാർപ്പിച്ചിട്ടുള്ള, അന്യായമായി പാർപ്പിച്ചിട്ടുള്ള ജരാസന്ധൻ ഭഗവാനും അർജുനനും ഭീമസേനനും കൂടി ജരാസന്ധനെ കാണാനായിട്ട് ചെല്ലുന്നു. അപ്പൊ സ്വീകരിക്കുന്നു. ബ്രാഹ്മണരായതുകൊണ്ട് ആദരവോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇവരുടെ കൈ കണ്ടപ്പോൾ, ഇവരുടെ കയ്യിലെ വളരെ ശക്തമായ തഴമ്പുകൾ കണ്ടപ്പോ ജരാസന്ധന് മനസ്സിലായി ഇവര് സാധാരണക്കാരല്ല, ഇവര് വേഷം മാറി വന്നിട്ടുള്ളവരാണ് എന്ന് മനസ്സിലായി. എന്നാലും ഒരു ഐശ്വര്യ മതമുണ്ട്. എന്റെ കീർത്തി ലോകം മുഴുവൻ അറിയണം, എന്നെ ലോകം മുഴുവൻ അറിയപ്പെടണമെന്ന ഐശ്വര്യ മതത്തിൽ ബലിയോട് സമാനനായ, ദാനം ചെയ്യണം ദാനവീരൻ എന്ന മതത്തിൽ കർണനോട് സമാനനായ, തന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടി ശരീരത്തോടൊപ്പം ലഭിച്ച കവചകുണ്ടലങ്ങൾ വരെ ദാനവീരൻ എന്ന മഹത്വത്തിനു വേണ്ടി ദാനം ചെയ്തു കളഞ്ഞ കർണനെ നമുക്കറിയാം. ദാനവീരൻ എന്ന മഹത്വം കർണൻ നേടിയപ്പോൾ കർണന് നഷ്ടം സംഭവിച്ചത് തന്റെ ജീവൻ തന്നെയായിരുന്നു. തന്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ദാനവീരൻ എന്ന മഹത്വം നേടിയ കർണന്റെയും ബലിയുടെയും ഒക്കെ കഥകൾ നമുക്കറിയാം. അങ്ങനെ ഐശ്വര്യമതം കാക്ഷിച്ച ജരാസന്ധൻ എന്ത് വേണമെങ്കിലും തരാം, ഇവര് ബ്രാഹ്മണരല്ലെന്നറിഞ്ഞിട്ടും എന്ത് വേണമെങ്കിലും തരാം എന്ന് വാഗ്ദാനം ചെയ്യുന്നു. ചാക്യാർകൂത്തിൽ പറഞ്ഞ ജരാസന്ധനെ പറഞ്ഞ് കേട്ട വളരെ രസകരമായ പല അനുഭവങ്ങളുമുണ്ട്. പാഞ്ചാലി സ്വയംവരത്തിന് വൃദ്ധനായി അപ്പോഴേക്കും ജരാസന്ധൻ. എന്നാലും പാഞ്ചാലി സ്വയംവരത്തിന് 2ഉം കൽപ്പിച്ച് ജരാസന്ധൻ വന്നു അത്രേ. അപ്പോ കൂത്ത് കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, പ്രബന്ധം കേട്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, ജരാസന്ധനെ വളരെ രസകരമായി ചാക്യാര് പരിഹസിക്കുന്നുണ്ട്. ജരാസന്ധൻ ഈ പാഞ്ചാലിക്ക് വില്ലെടുത്ത 5 ശരങ്ങളും കൊണ്ട് ലാക്ക് ഖണ്ഡിച്ച് ഉള്ള ആൾക്കാണ് കന്യകയെ കിട്ടുന്നത്. അങ്ങനെ പാഞ്ചാലിയെ സ്വന്തമാക്കാൻ വേണ്ടി ഈ വില്ല് കവർന്നെടുത്ത ജരാസന്ധൻ വില്ലെടുത്ത് പൊക്കുമ്പോ, വില്ലിനെ എടുത്ത് പൊക്കാൻ കൂടെ ശക്തി പോലും ഇല്ലാതെ വില്ലെടുത്ത് പൊക്കിയപ്പോ വില്ലിന്റെ മറുഭാഗം വന്ന് ജരാസന്ധന്റെ മുഖത്തിടിച്ച് വായിലെ ഉള്ള പല്ല് മുഴുവനും തെറിച്ചു പോയെന്നും, എന്നിട്ട് അർജുനൻ മന്ത്രം ജപിക്കാനായി, അർജുനൻ വില്ലെടുക്കാൻ വേണ്ടി വന്നപ്പോ, അർജുനന്റെ ഊഴമെത്തിയപ്പോ
അർജുനൻ വില്ലെടുക്കാൻ വന്നപ്പോ, ബ്രാഹ്മണ വേഷത്തിലാണ് പാഞ്ചാലി സ്വയംവരത്തിൽ അർജുനൻ വന്നത്. അങ്ങനെ അർജുനൻ വില്ലെടുക്കാൻ വന്നപ്പോ ബ്രാഹ്മണരൊക്കെ കൂടെ കൂടി. നമ്മുടെ കൂട്ടത്തിൽ അർജുനാന്ന് അറിഞ്ഞൂടാ, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് കന്യക കിട്ടാൻ പോവല്ലേ, അതുകൊണ്ട് നമുക്കൊക്കെ ഉത്സാഹിക്കാം എന്ന് പറഞ്ഞു ഉത്സാഹികളായ ബ്രാഹ്മണര് കൂടെ കൂടി. അങ്ങനെ കൂടെ കൂടിയപ്പോ ബ്രാഹ്മണരൊക്കെ തീരുമാനിച്ചു, എന്തായാലും ബ്രാഹ്മണരായ നമുക്ക് മന്ത്രമില്ലാതെ വേറൊരു തന്ത്രമില്ല. അതുകൊണ്ട് ഈ വില്ലെടുക്കുന്നതിന് ഇയാൾക്ക് വില്ലെടുത്ത് നമസ്കരിക്കാൻ, ആദ്യം വില്ലനെ നമസ്കരിക്കാനായിട്ട് ഇയാൾക്ക് ഒരു മന്ത്രം വേണമെന്ന് പറഞ്ഞപ്പോ ബ്രാഹ്മണ കൂട്ടത്തിൽ ഒരാൾ ആദ്യം പറഞ്ഞു കൊടുത്ത മന്ത്രം ഉണ്ടാക്കണം. വില്ലനെ നമസ്കരിക്കാനായിട്ട് മന്ത്രമൊന്നുമില്ല, വേറെ പലതിനും മന്ത്രമുണ്ട്. വില്ലനെ നമസ്കരിക്കാൻ മന്ത്രമില്ലാത്തത് കൊണ്ട് ബ്രാഹ്മണക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു കൊടുത്ത മന്ത്രം ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലായ നമ എന്നുള്ള മന്ത്രമായിരുന്നു. അത് നമ്മള് ധാരാളം വേദികളിൽ കേട്ടിട്ടുണ്ട്. ജരാസന്ധന്റെ മുഖത്ത് വന്ന് ഈ വില്ലിടിച്ചിട്ട് പല്ല് മുഴുവൻ പോയി, നാണം കെട്ട് കന്യകയെ കിട്ടിയില്ല, പല്ലൊക്കെ പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയിൽ ലജ്ജിതനായിരിക്കുന്ന ജരാസന്ധനെ ഒന്ന് പരിഹസിക്കുക കൂടെ ചെയ്തു. കേരളത്തിന്റെ നർമ്മ സമ്രാട്ടുകളായ ചാക്യാന്മാർ ജരാസന്ധന്റെ പല്ലു കളഞ്ഞ വില്ലിനെ കേമമായി അർജുനനെ കൊണ്ട് നമസ്കരിപ്പിച്ചു. ഇതൊക്കെ മനസ്സിൽ ഓർമ്മയുള്ളത് കൊണ്ടായിരിക്കണം കൃഷ്ണൻ തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിയപ്പോൾ, ഞാൻ നിന്റെ ശത്രുവായ കൃഷ്ണനാണ്, ഇത് ഭീമസേനനാണ്, കുന്തിപുത്രനായ ഭീമസേനനും അർജുനനുമാണ് എന്ന് വെളിപ്പെടുത്തിയപ്പോൾ പണ്ടത്തെ വില്ലു നമസ്കാര കഥ ഓർത്തിട്ടോ എന്ന വണ്ണം ജരാസന്ധൻ പറഞ്ഞു, ഇവൻ കുട്ടിയാണ്, പ്രായത്തിലും കഴിവിലും എന്നോട് യോജിക്കില്ല, അതുകൊണ്ട് അർജുനനോട് ഞാൻ യുദ്ധം ചെയ്യില്ല. നീ എന്റെ ശത്രുവാണ്, എന്നെ പേടിച്ചോടിയവനാണ്, നിന്നോടും ഞാൻ യുദ്ധം ചെയ്യില്ല കൃഷ്ണ, എനിക്ക് സമനായുള്ളത് ഭീമസേനൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ഭീമസേനനെ യുദ്ധത്തിന് വിളിച്ചത്രേ. അപ്പൊ ഞാൻ കുറെ ദിവസമായി ആലോചിക്കുന്നു, ഈ കൃഷ്ണൻ തോറ്റോടിയത് എന്തിനായിരിക്കാം ജരാസന്ധനോട്? അവിടെ യുക്തിക്ക് ചേരുന്ന ഒരു ഉത്തരമേ കിട്ടിയുള്ളൂ. ഭഗവാൻ അഹിംസയുടെ വക്താവാണ്. ഒരു മഹായുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന ഒരു മഹായുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാതി രാജ്യം, 5 ദേശം, 5 ഗ്രാമം, 1 ഗ്രാമം, 1 വീടെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട്, 1 വീടെങ്കിലും കൊടുത്താൽ ഈ മഹായുദ്ധം ഒഴിവാകും എന്ന് പ്രഖ്യാപിച്ച ആളാണ്. സമാധാന ചർച്ചയുടെ മൂർത്തിമദ്ഭാവമായി നിന്നുകൊണ്ട് 1 വീടെങ്കിലും കൊടുത്താൽ ഈ യുദ്ധം ഒഴിവാക്കാം എന്ന് പറഞ്ഞ ഭഗവാന്റെ ലാളിത്യത്തിനു മുന്നിലേക്കാണ് തീക്ഷ്ണയാ സൂച്യ, ഒരു സൂചിയുടെ തുമ്പിൽ കുത്തുന്നതിനുള്ള സൂചി കുത്തുവതിന്നും ഇന്നവകാശം ഈ ധരണീതലേ ആർത്തിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്കു കൊടുത്തിടാ എന്ന ദുര്യോധനന്റെ പ്രഖ്യാപനം ഉണ്ടാവുന്നത്. അതാണ് ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചത്. ഭഗവാൻ ജരാസന്ധന്റെ കാര്യത്തിൽ തീരുമാനിച്ചിരിക്കാം. ജരാസന്ധൻ തന്നെ വലിയ സൈന്യവുമായി ആക്രമിക്കാൻ വരുമ്പോൾ 1000കണക്കിന് സൈനികർ കൊല്ലപ്പെടുക എന്ന മഹത്തായ ഒരു ധർമാചരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന കർമ്മത്തിലേക്ക് ഒരുപക്ഷെ ആ യുദ്ധം നിവദിച്ചേക്കാം. അതുകൊണ്ട് ജരാസന്ധനെ അവിടെ പോയി, പുലിമടയിൽ പോയി പുലിയെ കൊന്നാൽ പുലി ഇറങ്ങി വന്നുണ്ടാക്കാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായിക്കോളും. അതുകൊണ്ട് ജരാസന്ധനെ ഇവിടേക്ക് വരുത്തി സൈന്യത്തോടു കൂടി കൊണ്ടുവന്ന യുദ്ധം ചെയ്ത് ഒരു മഹായുദ്ധത്തിൽ സൈന്യങ്ങളും നശിപ്പിക്കപ്പെടുക എന്ന അവസ്ഥയ്ക്ക് പകരം ഭഗവാൻ ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ അവിടെ ചെന്ന് യുദ്ധം ചെയ്യിപ്പിച്ച് ഒരു മഹാപാതകം, യുദ്ധമെന്ന ഒരു പ്രക്രിയയുടെ പിന്നിലുള്ള ഒരു വലിയ മനുഷ്യക്കുരുതി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി യുദ്ധം ചെയ്തു. അങ്ങനെ ജരാസന്ധനുമായി ഭീമൻ 27 ദിവസത്തെ മഹായുദ്ധം നടന്നുവെന്നും അതിനൊടുവിലാണ് നമുക്കൊക്കെ അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഇയാളുടെ ജന്മകഥ. ജരയോജിപ്പിച്ചവനാണ് ജരാസന്ധൻ. അയാളെ എങ്ങനെയൊക്കെ കൊന്നിട്ടാലും ചാടി എഴുന്നേറ്റ് വരും. നമ്മള് കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സമകാലിക സാമൂഹ്യ ചരിത്രത്തിൽ നമ്മൾ പല ജരാസന്ധന്മാരെയും കണ്ടുമുട്ടുന്നുണ്ട്. അന്യായമായി സ്വത്തും വിഭവങ്ങളും ഒക്കെ കൈവശം വെച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ കൊന്നിടാൻ ശ്രമിച്ചാലും അവിടുന്ന് വർദ്ധിത വീരനായി എഴുന്നേറ്റ് വരുന്ന പല
ജീവിതങ്ങളെയും നാം സമകാലിക ഭാരതത്തിന്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. അതിന്റെയൊക്കെ നിത്യപ്രതീകം എന്നോണം എങ്ങനെയൊക്കെ കൊന്നിട്ടാലും കൂടുതൽ വീര്യത്തോടുകൂടി എഴുന്നേറ്റ് വരുന്ന ജരാസന്ധനെ കൊല്ലുന്നതിനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു ഭഗവാൻ. ഒരു കമ്പെടുത്ത് കീറിക്കാണിച്ചുകൊണ്ട് ജരയോജിപ്പിച്ചവനെ രണ്ടായി കീറണം എന്ന് പറഞ്ഞുകൊണ്ട് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നു. ഇവിടെയും സമൂഹത്തെ അധാർമികമായി മുന്നോട്ട് നയിക്കുന്ന ഒരു രാജപദവിയുണ്ടെങ്കിൽ, രാജപദവിയെ അധാർമികമായി മുന്നോട്ട് നയിക്കുന്ന ഒരു രാജസങ്കേതത്തെ ഇല്ലായ്മ ചെയ്യുന്നത് ഭഗവത് ധർമാചരണത്തിന്റെ ഭാഗം തന്നെയായി വരുന്നത്. നമ്മൾ ഭാരതത്തിന്റെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിയാൽ, ഭാരതത്തിന്റെ പുരാണ കഥകൾ എടുത്തു നോക്കിയാൽ നമുക്കിത് കാണാം. എപ്പോഴും അധാർമികനായ ഒരു ഭരണാധിപൻ രാജ്യപുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്നുവെങ്കിൽ അവിടെ ബുദ്ധികേന്ദ്രങ്ങൾ, ജിജ്ഞാസുക്കളായ ഋഷി സമൂഹം ഇടപെട്ടുകൊണ്ട് അവനെ ധർമ്മമാർഗത്തിലേക്ക് നയിച്ച കഥകളുണ്ട്. വേനൻ എന്ന ദുർഭരണാധിപനെ ഭാഗവത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. വേനൻ എന്ന ദുർഭരണാധിപനെ ഇല്ലായ്മ ചെയ്യുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് ഋഷിപ്രജ്ഞയായിരുന്നു. ദധീജി മഹർഷിയുടെ ഒരിടത്തും മുട്ടുമടക്കാത്ത, അടങ്ങാത്ത ആത്മവീര്യത്തിന്റെ പ്രതീകമായ ദധീജി മഹർഷിയുടെ പൗരുഷമുള്ള നട്ടെല്ലാണ്, ദധീജി മഹർഷിയുടെ ആത്മവിശ്വാസത്തിന്റെ പൗരുഷത്തെ മുൻനിർത്തിക്കൊണ്ടാണ് വൃത്രൻ എന്ന സമൂഹദ്രോഹിയായ ഒരു രാജ്യപാതകത്തെ ഇവിടുത്തെ രാജാക്കന്മാർ ഇല്ലായ്മ ചെയ്തത്. ഭാരതത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാലും ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ ധർമ്മത്തിന്, ഈ സംസ്കാരത്തിന് എപ്പോഴൊക്കെ കോട്ടം സംഭവിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഉണർന്നു വന്ന ഋഷിപ്രജ്ഞയുടെ മഹത്വം നമുക്ക് കാണാൻ സാധിക്കും. അഖാഡകൾ സ്ഥാപിച്ചുകൊണ്ട്, ഉത്തരഭാരതത്തിലൊക്കെ അഖാഡകൾ സ്ഥാപിച്ചുകൊണ്ട്, ആയുധമെടുത്തുകൊണ്ട് സന്യാസിമാരാണ് ധർമ്മപ്രചരണത്തിന് മുന്നിൽ നിന്നിരുന്നത്. അപ്പൊ ആയുധമെടുത്തുകൊണ്ടായാലും ബുദ്ധിപരമായ ഉപദേശം കൊണ്ടായാലും ധർമ്മ സംരക്ഷണം ഭാരതത്തിന്റെ ഋഷീശ്വരന്മാരുടെ ഉത്തരവാദിത്തമായി കണക്കാക്കിയിരുന്നു. കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ, കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും അയ്യാവൈകുണ്ഠസ്വാമികളും ഒക്കെ നയിച്ച ധാർമ്മികമായ പ്രവർത്തനങ്ങൾ, ഈ സംസ്കാരം അധാർമികമായി അധപ്പതിക്കുമ്പോൾ അതിനെ ഉയർത്തുന്നതിന് രൂപീകരിക്കപ്പെടുന്ന ഋഷിപ്രജ്ഞയുടെ അടങ്ങാത്ത പൗരുഷവും അതിനു പിന്നിൽ അണിനിരക്കുന്ന ജനസഞ്ചയവുമാണ്, ധാർമ്മികമായ ജനസഞ്ചയവുമാണ്. ദധീജി മഹർഷിയുടെ നട്ടെല്ല് എക്കാലത്തെയും ശക്തമായ ഒരു പ്രതീകമാണ്. നട്ടെല്ലുള്ള ആത്മവീര്യമുള്ള പൗരുഷത്തിനു കീഴിൽ ജനങ്ങൾ ഒത്തുചേർന്നിരിക്കുന്നു. എന്തിന്? ഒരു പൊതുശത്രുവിനെ നശിപ്പിക്കാൻ. മഴ തടഞ്ഞ, സമൂഹത്തിലെ മഴയെ ഇല്ലാതാക്കിയ പൊതുശത്രുവിനെ നശിപ്പിക്കാൻ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്നു ഒരു ഋഷി പൗരുഷത്തിനു മുന്നിൽ എന്ന തത്വമാണ് ദധീജി മഹർഷിയുടെ കഥ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും ജരാസന്ധനെ നശിപ്പിച്ച ബുദ്ധി പൗരുഷം അത് ഭഗവാന്റേതായിരുന്നു. ജരാസന്ധന്റെ കൊട്ടാരത്തിൽ നിന്നും രക്ഷപ്പെട്ട ധാരാളം രാജാക്കന്മാര് ഭഗവാനെ സ്തുതിക്കുന്നു. നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹിന കൃഷ്ണ നിർവിണ്ണാൻ ഘോര സംസൃതേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രപന്നാർത്തിഹരനായ ഭഗവാനെ, ഈ ജരാസന്ധനിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാര് മുഴുവനും ഭഗവാനെ സ്തുതിക്കുന്നു. വളരെ പ്രസിദ്ധമായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്ന് അഹങ്കാരമതം നശിച്ച ഭാഗവത ധർമ്മത്തിലേക്ക് ഉപനയിക്കപ്പെട്ട രാജാക്കന്മാർ ഭഗവാന്റെ മുന്നിൽ നമ്രശിരസ്കരായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, രാജാക്കന്മാർ, ഭരണാധിപന്മാർ ഭാഗവത ധർമ്മത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടാൽ, ഒരു അശോകൻ ബുദ്ധധർമ്മത്തിൽ ആകൃഷ്ടനായി യുദ്ധമില്ലാത്ത ഒരു തലത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഒരു സമൂഹമാകമാനമാണ് പരിവർത്തനം ചെയ്യപ്പെട്ടത്.
ഒരു രാജാവ് ഭാഗവത ധർമ്മത്തിലേക്ക് പരിവർത്തിതനാകുമ്പോൾ, ജരാസന്ധന്റെ തടവറയിൽ നിന്നും മോചിപ്പിച്ച ആയിരക്കണക്കിന് രാജാക്കന്മാരെ ഭാഗവത ധർമ്മത്തിലേക്ക് ഇവർ ഉപനയിക്കപ്പെട്ടപ്പോൾ അവർ ഭരണം നടത്തിയിരുന്ന സമൂഹത്തിൽ മുഴുവനും ഭാഗവത ധർമ്മം സ്ഥാപിക്കപ്പെട്ടു. ഇതാണ് ഭഗവാന്റെ രാജസൂയം, ഇതാണ് ഭാഗവത രാജസൂയം, ഇതാണ് ഭഗവാന്റെ ബുദ്ധിവൈഭവത്തിൻ കീഴിലുള്ള രാജസൂയം. ഈ അർത്ഥത്തിലൊക്കെയാണ് രാജസൂയം പ്രസക്തമാവുന്നത്. അഹങ്കാരം മൂലം തന്റെ രാജ്യം നഷ്ടപ്പെട്ട കാർത്തവീര്യനെയും നഹുഷനെയും വേനനെയും രാവണനെയും നരകാസുരനെയും ഒക്കെ ഓർത്തുകൊണ്ട് അഹങ്കാരമതത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ട ഈ രാജാക്കന്മാരൊക്കെ ഭഗവത് ധർമ്മത്തിലേക്ക് പരിവർത്തിതരാകുന്നു, സ്വധർമ്മത്തിലേക്ക് തിരിച്ചു വരുന്നു, ഭാഗവത ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ദിഗ്വിജയം സാധിച്ച, ഭക്തവിജയം സാധിച്ച ഭാഗവത ധർമ്മം, ഏകധർമ്മം അനുഷ്ഠിക്കാൻ ജനങ്ങളെ മുഴുവൻ പ്രേരിപ്പിച്ച ഒരു മഹായാത്രയ്ക്കു ശേഷം ഭഗവാൻ യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ അനുകൂലമായ വസന്തകാലത്തില് ദ്വൈപായനനും ഭരദ്വാജനും സുമന്തുവും ഗൗതമനെയും പോലുള്ള ഋഷിപ്രജ്ഞകളുടെ നേതൃത്വത്തിൽ രാജസൂയയജ്ഞം സംഘടിപ്പിക്കപ്പെടുന്നു. ദ്രോണരെയും ഭീഷ്മരെയും പോലുള്ള ബന്ധുക്കളെ മുഴുവൻ ക്ഷണിക്കുന്നു. രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പേർ ഈ മഹത്തായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, 100 കണക്കിന് ആളുകളുടെ ഒരു കളക്റ്റീവ് കോൺഷ്യസ്നസ് എന്നത് സംഭവിക്കുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് ഒരു മഹാധർമാചരണത്തിന്റെ ഭാഗമായി രാജസൂയം സംഘടിപ്പിക്കപ്പെടുന്നു. രാജസൂയത്തിലാണ് വളരെ പ്രസിദ്ധമായ ഭഗവാനെ അഗ്രപൂജയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നത്. സഹദേവൻ എന്ന പാണ്ഡവ കുമാരൻ അഭിമാനപൂർവ്വം എഴുന്നേറ്റ് നിന്നുകൊണ്ട് രാജസൂയത്തിൽ ഏറ്റവും സമാദരണീയമായ സ്ഥാനം നൽകി ആരെ ആദരിക്കണം എന്ന ചോദ്യത്തിന് യാതൊരു സംശയവുമില്ലാതെ യഥാത്മകമിതം വിശ്വം ക്രതവശ്ച യഥാത്മക അഗ്നിരാഹുതയോ മന്ത്ര സാഖ്യം യോഗം ചയത്പര. ഈ പ്രപഞ്ചം മുഴുവൻ ആരെ പൂജിച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ തൃപ്തിപ്പെടുന്നുവോ, എല്ലാ ആഹുതികളും, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ നിസ്വാർത്ഥമായ പ്രവൃത്തികളും ഏതൊരു പരമപദത്തിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ ഓരോരുത്തരും കായേന വാചാ മനസാ ബുദ്ധ്യാ ഏതൊക്കെ കർമ്മം ചെയ്താലും അതൊക്കെ ഏതൊരു പരമപുരുഷനെയാണോ പ്രാപിക്കുന്നത്, ആ പരമപുരുഷൻ തന്നെയാണ് അഗ്രപൂജയ്ക്ക് യോഗ്യൻ എന്ന് അവതരിപ്പിക്കുന്നു. ഇവിടെ സഹദേവനിലൂടെ കൃഷ്ണതത്വം എന്താണ്, കൃഷ്ണ സങ്കല്പം എന്താണ്, നാം ഭാഗവതത്തിൽ കാണുന്ന ദേവകീസുതനായ രുക്മിണി ഭർത്താവായ 16,008 ഭാര്യമാരുള്ള പ്രപഞ്ച നാദത്തെ തന്റെ ഓടക്കുഴലിലൂടെ സംവഹിച്ച ഒരു ദേവകീപുത്രനായ കൃഷ്ണൻ എന്ന ബിംബത്തിനപ്പുറത്ത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തിന്റെ ധാരകനായ ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ച് അവന്റെ വാക്കിനെ, അവന്റെ ചിന്തയെ, അവന്റെ പ്രജ്ഞയെ സദാ ജാഗ്രത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക് എന്ന് ഗോപികമാർ ദർശിച്ച പ്രപഞ്ചധാരകമായ കൃഷ്ണതത്വം എന്താണെന്ന് യഥാത്മകമിതം വിശ്വം ക്രതവശ്ച യഥാത്മക എന്ന സഹദേവന്റെ ചിന്തയിലൂടെ സഹദേവൻ പങ്കുവയ്ക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഏക ചൈതന്യമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് സഹദേവൻ പങ്കുവച്ചപ്പോൾ അതിനെ ജ്ഞാനികളും ജിജ്ഞാസുക്കളും ഭക്തസമൂഹവും തൊഴുകൈകളോടെ ആദരവോടെ അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ യജ്ഞദർശനത്തിന്റെ ഭാഷ, ഈ ആത്മദർശനത്തിന്റെ ഭാഷ, ജ്ഞാനികൾ തിരിച്ചറിയുന്ന പരമപുരുഷനായ കൃഷ്ണദർശനത്തിന്റെ ഭാഷ മനസ്സിലാവാതെ പോയ അല്പപ്രജ്ഞനായ ശിശുപാലന്റെ കഥ, വളരെ വിസ്തരിച്ചു പ്രതിപാദിക്കേണ്ട ശിശുപാലന്റെ കഥ ഇവിടെയാണ് ശ്രീമദ് ഭാഗവതം അവതരിപ്പിക്കുന്നത്. അറിവിന്റെ ഭാഷ മനസ്സിലാകാതെ പോകുന്ന, അറിവിന്റെയും ജ്ഞാനത്തിന്റെയും ഭാഷ മനസ്സിലാകാതെ പോകുന്ന നിസ്സാരനായ ഒരു ജീവിയെ അവതരിപ്പിച്ചുകൊണ്ട് 100 തവണ ഭഗവാൻ ക്ഷമിച്ചു. കഥ ഞാൻ വിസ്തരിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാം.
100 തവണ ഭഗവാൻ ക്ഷമിച്ചു, 101ാമത്തെ തവണ അവനെ നിഹനിച്ചു കളഞ്ഞു എന്ന പ്രസിദ്ധമായ ശിശുപാലവധ കഥയുണ്ട്. ഞാൻ ഇത് വായിക്കുമ്പോഴൊക്കെ ഓർക്കുന്നത് ആചാര്യ ശങ്കര ഭഗവത്പാദരെ കുറിച്ച് ഒരു മഹാനായ ആചാര്യൻ എഴുതിയ ശതദൂഷണി എന്ന കൃതിയാണ്. ഭഗവത്പാദരുടെ 100 ദൂഷണങ്ങളെ എണ്ണി 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 100 ദൂഷണങ്ങൾ ആചാര്യസ്വാമികൾക്ക് പ്രമാദം പറ്റിയെന്ന് 100 എണ്ണി എണ്ണി എഴുതിയ ശതദൂഷണിയും അതിന് ആചാര്യ ശിഷ്യൻ എഴുതിയ ശതഭൂഷണി എന്ന മറുഗ്രന്ഥവുമാണ് ഓർത്തുപോകുന്നത്. 100 തവണ വളരെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങളിലൂടെ ഇവൻ ഏതു തരത്തിൽ ജീവിക്കുന്നവനാണ്, ധർമ്മം ആചരിക്കാത്തവൻ, ജീവിതത്തിലെ വർണ്ണകുലങ്ങളിൽ നിന്നൊക്കെ നിപതിച്ചവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ ഭത്സിച്ചുകൊണ്ട് ശിശുപാലൻ 1000 നാവോടുകൂടി അവിടെ നിറഞ്ഞാടുമ്പോൾ ഇന്നത്തെ ലോകക്രമത്തിലും ഭഗവത് ഭാഷ മനസ്സിലാകാത്ത, അറിവിന്റെ ഭാഷ മനസ്സിലാകാത്ത, ചിന്തയുടെ ഭാഷ മനസ്സിലാക്കാത്ത അല്പ വ്യക്തിത്വങ്ങളെ നിരന്തരം കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുകയില്ല. ഭഗവാൻ ശിശുപാലനെ കൊന്നത് 100 വരെ ഭഗവാൻ സഹിച്ചു, 101ാമത്തതിന് ഭഗവാൻ ശിശുപാലനെ കൊന്നത്. കഥ മനസ്സിലാക്കുന്ന പ്രായത്തിൽ നമുക്ക് വളരെ രസകരമായിട്ട് എടുക്കാം. അപ്പ ഭഗവാൻ ഇങ്ങനെ കൈപിടിച്ചു, ഭഗവാൻ സങ്കല്പിച്ചപ്പോഴേക്കും എവിടെന്നോ ഒരു സുദർശന ആയുധം വന്നു, അതുകൊണ്ടുപോയി ശിശുപാലന്റെ കഴുത്ത് എവിടേക്കോ അറുത്തുകൊണ്ടുപോയി എന്നൊക്കെ കഥാകുതുകികളായ സാമാന്യ ജനങ്ങൾക്ക് ശിശുപാല വധകഥയെ അങ്ങനെ എടുക്കാം. പക്ഷേ തന്നെ 100 കണക്കിന് ചോദ്യശരങ്ങൾ കൊണ്ട് 4 ഭാഗത്തു നിന്നും ദൂഷിച്ച ശിശുപാലന്റെ വാക്ധോരണിയുടെ കഴുത്തിനെ ഭഗവാന്റെ സുദർശനം അറുത്തുകളഞ്ഞു എന്നാൽ അതിനർത്ഥം തന്റെ യുക്തിയുക്തമായ ഉത്തരങ്ങളെ കൊണ്ട്, തന്റെ ബൗദ്ധിക പൗരുഷത്തിൽ നിന്നുയർന്ന യുക്തിയുക്തമായ ചിന്തകളെ കൊണ്ട് ശിശുപാലന്റെ ആരോപണങ്ങളുടെ കഴുത്തറുത്ത സുദർശന വിദ്യയാണ്. ഭഗവാൻ ശിശുപാലന്റെ കഴുത്തറുത്തു എന്ന് പറഞ്ഞാൽ അവനെ കൊന്നുകളഞ്ഞു എന്ന് മാത്രം അർത്ഥം എടുക്കണ്ട. ആരോപണങ്ങളുടെ കഴുത്തറുത്ത, തനിക്കു നേരെ എണ്ണി 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 ശിശുപാലൻ പറഞ്ഞ ഓരോ ആരോപണങ്ങളെയും തിരിച്ച് അവന്റെ നാവു ചലിക്കാൻ പറ്റാത്ത വിധത്തിൽ ശിശുപാലന്റെ ആരോപണങ്ങളുടെ കഴുത്തറുത്തു ഭഗവാൻ. എങ്ങനെ? തന്റെ ദർശനം കൊണ്ട്. ഭഗവാന്റെ ആയുധം ഒരിക്കലും സംഹാരശേഷിയുള്ള ഒരായുധമായിരുന്നില്ല. നിഗ്രഹിക്കാനുള്ള ആയുധം, അതിന്റെ ഭൗതികാർത്ഥത്തിൽ അങ്ങനെ എടുക്കാം. ഒരു വെപ്പൺ എന്ന രീതിയിൽ ഭൗതികാർത്ഥത്തില് സുദർശനത്തെ ഒരു നിഗ്രഹിക്കാനുള്ള, കഴുത്തറുക്കാനുള്ള ഒരു ആയുധമെന്ന് നമുക്ക് വേണമെങ്കിൽ അർത്ഥമെടുക്കാം. പക്ഷേ ഭഗവാന്റെ ആയുധം തന്റെ ദർശനമായിരുന്നു. ഭഗവാൻ ശിശുപാലന്റെ കഴുത്തറുത്തത്, അവന്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ചത്, യുക്തിയുക്തമായ പ്രത്യുത്തരങ്ങളെ കൊണ്ട് ശിശുപാലൻ ഉന്നയിച്ച 100 ആരോപണങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ട് അവന്റെ നാവടക്കിയത് തന്റെ ദർശന പൗരുഷം കൊണ്ടായിരുന്നു. ഭഗവാൻ സുദർശന ചക്രം വിട്ടു. തന്റെ ഭഗവാന്റെ ദാർശനിക വ്യക്തിത്വത്തിൽ ശിശുപാലൻ ഇനിയൊന്നും മിണ്ടാൻ പറ്റാണ്ടായിപ്പോയി. ശിശുപാലൻ ഒന്നും സംസാരിക്കാൻ വയ്യാതായിപ്പോയി. ഭഗവാന്റെ ദർശനത്തിന് അവൻ വശംവദനായി തീർന്നു എന്ന അർത്ഥത്തിൽ വേണം ശിശുപാല വധ കഥയെ എടുക്കാൻ. അല്ലെങ്കിൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഒരാളെ കൊന്നുകളയുന്ന ഒരു സാധാരണ വ്യക്തിത്വത്തിലേക്ക് നാം തിരിച്ചറിയേണ്ടി വരും. തനിക്കെതിരെ താൻ എല്ലാത്തരം ആരോപണങ്ങൾക്കും അതീതനാണ്, അതുകൊണ്ട് തനിക്കെതിരെ ആരും ഒരാരോപണവും ഉന്നയിക്കരുത്, അവന്റെ കഴുത്തു ഞാൻ അറുക്കുമെന്ന സ്വേച്ഛാധിപത്യത്തിലേക്ക് നമുക്ക് പിന്തിരിയേണ്ടി വരും. ഇവിടെ ഭഗവാൻ ശിശുപാലന്റെ കഴുത്തറുത്തത് തന്റെ ദാർശനിക വ്യക്തിത്വം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ലോക സാഹിത്യ ചരിത്രത്തിലും ശിശുപാലവധം എന്ന മഹത്തായ സാഹിത്യ സൃഷ്ടി നിലനിൽക്കുന്നത് അതിന്റെ ഇത്തരം അന്തരാർത്ഥങ്ങളെ കൊണ്ടാണ്. അങ്ങനെ അഗ്നിപൂജ സ്വീകരിക്കാനായി വന്ന ഭഗവാനെ ശതദൂഷണികളിലൂടെ ക്രുദ്ധനായി ഭത്സിച്ചുകൊണ്ടിരുന്ന ശിശുപാലനെ ഭഗവാൻ തന്റെ ദർശനത്തിലൂടെ വശംവദനാക്കി. ഒരാളെ ഭഗവാൻ ഭക്തിയിലൂടെയായിരിക്കും വശംവദനാക്കുന്നത്.
ഒരാളെ ഭഗവാൻ വാത്സല്യത്തിലൂടെയാം. അവൻ ജീവിതത്തിന്റെ ഏത് തലത്തിലാണോ നിൽക്കുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ട് അവനെ ഭാഗവത ധർമ്മത്തിലേക്ക് കൊണ്ടുവരിക. ശിശുപാലനെ ഭാഗവത ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ഭക്തി ഉപദേശിച്ചിട്ട് കാര്യമില്ല. അവൻ വിദ്വേഷിയാണ്. അവനെ ഭാഗവത പഥത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവന് പറ്റിയ വിദ്യ എടുക്കണം എന്നതുകൊണ്ട് അവനോട് സുദർശനം പ്രയോഗിച്ചു ഭഗവാൻ. ഗോപികമാരോട് പ്രേമം പ്രയോഗിച്ചു ഭഗവാൻ. രുക്മിണിയോട് ഭർത്തൃഭാവം പ്രയോഗിച്ചു ഭഗവാൻ. അർജുനനോട് സഖീഭാവം പ്രയോഗിച്ചു ഭഗവാൻ. എന്തിന്? ഭാഗവത ധർമ്മത്തിലേക്ക് കൊണ്ടുവരണം അവനെ. അർജുനനോട് സഖീഭാവം പ്രയോഗിച്ചു, ഉദ്ധവരോട് സഖാവ് എന്ന ഭാവം പ്രയോഗിച്ചു ഭഗവാൻ. ശിശുപാലനോടും കാളിയനോടുമൊക്കെ അവനെ ദാർശനികമായി തന്നിലേക്ക് കൊണ്ടുവരുക എന്ന മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു ഭഗവാൻ. ആരൊക്കെ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭജിച്ചാലും അവരെയൊക്കെ തന്റെ വിശാലമായ ദാർശനിക വ്യക്തിത്വത്തിനുള്ളിൽ ഒതുക്കുന്ന അനുപമമായ തന്ത്രം അത് ഭഗവാന് മാത്രം അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ തന്ത്രത്തിന് ഭാഗമായി കൊടുക്കുക എന്നതാണ് ഒരു ഭക്തന് സാധിക്കാനുള്ളത്. യുധിഷ്ഠിരൻ ഏറ്റവും ഭംഗിയായി ശിശുപാലവധാനന്തരം എന്തായാലും ശിശുപാലന്റെ ഭൗതിക ശരീരം നശിച്ചോ ഇല്ലയോ എന്നുള്ള കഥാകുതുകികൾക്ക് വിട്ടുതരുന്നു. ശിശുപാലൻ എന്തായാലും സുദർശനം കൊണ്ട് ദാർശനികമായി ഉപനയിക്കപ്പെട്ട ശിശുപാലൻ അതിനുശേഷം ഭംഗിയായി അവഭൃത സ്നാനത്തോടു കൂടിയിട്ട് ഈ യാഗം അവസാനിച്ചു. രാജസൂയ മഹായജ്ഞം അവസാനിച്ചു. പ്രപഞ്ച സംവിധാനത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ കൃത്യമായ ഒരു രൂപരേഖയാണ് യാഗമെന്ന സംജ്ഞയിലൂടെ ആചാര്യന്മാർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഒരു തുടക്കം, ഒരു കർമ്മങ്ങളുടെ ഒരു മധ്യഭാഗം, ഒരു ഒടുക്കം. ഇങ്ങനെയുള്ള അനവധി അർത്ഥസാധ്യതകൾ ഭക്തന്റെ തലത്തിൽ ഉൾക്കൊള്ളാനുള്ള, ജിജ്ഞാസുവിന്റെ തലത്തിൽ ഉൾക്കൊള്ളാനുള്ള, ആർത്തന്റെ തലത്തിൽ ഉൾക്കൊള്ളാനുള്ള, ശരിയായ രാഷ്ട്രമീമാംസ അറിയുന്ന ഒരു ശരിയായ പഠിതാവിന് അതിന്റെ രാഷ്ട്ര തന്ത്ര ദാർശനിക തലങ്ങളിൽ ഉൾക്കൊള്ളാനുള്ള അർത്ഥസാധ്യത വിടവുകൾ ശ്രീമദ് ഭാഗവതകാരൻ നമ്മുടെ മുന്നിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് വാസ്തവത്തിൽ മഹാഭാരതത്തിലെ രാജസൂയ സന്ദർഭത്തോടു കൂടി ചേർത്ത് വായിക്കുമ്പോഴേ, അത് ഈ ചെറിയ സമയം കൊണ്ട് സാധിക്കില്ല, മഹാഭാരതത്തിലെ രാജസൂയ സന്ദർഭത്തോടു കൂടി ചേർത്ത് വായിക്കുമ്പോഴേ ഈ രാജസൂയ തത്വം പൂർത്തിയാവുകയുള്ളൂ. എന്തായാലും രാജസൂയത്തിന്റെ ദാർശനിക മഹത്വം ഇതായിരുന്നു. ഭഗവത് മഹത്വത്തിന്റെ, ഭഗവത് വിഭൂതികളുടെ നീതീകരണവും പ്രഖ്യാപനവും ലോക ചരിത്രത്തിൽ ഇത്രമാത്രം ഭംഗിയായി ഉദ്ഘോഷിച്ച മറ്റൊരു സംഭവവും ഉണ്ടായിട്ടില്ല. ഭഗവാന്റെ വിഭൂതികൾ ലോകത്തോട് പ്രഖ്യാപിക്കുകയായിരുന്നു യുധിഷ്ഠിരൻ നടത്തിയ വിശ്വവിജയ യാത്രയിലൂടെ. നിങ്ങൾ ലോക ചരിത്രത്തിലുള്ള മറ്റേത് യാത്രകൾ എടുത്തു നോക്കിയാലും ഇന്നും നമ്മൾ കാണുന്നുണ്ട്, സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, തങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയിട്ടൊക്കെ യാത്രയെ മാനദണ്ഡമാക്കുന്ന രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അവിടെയൊന്നും ഭഗവത് വിഭൂതികളുടെ പ്രചരണത്തിനു വേണ്ടിയിട്ട്, ഭഗവത് വിഭൂതികളുടെ ഉൾക്കൊള്ളലിനും അതിനെ തിരിച്ചറിയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു മഹത്തായ ദിഗ്വിജയ യാത്രയുടെ ഭാഗമായി നമുക്കവയൊന്നും കാണാൻ സാധിക്കില്ല. ആ പശ്ചാത്തലത്തിലാണ് ഒരു ധാർമ്മിക രാഷ്ട്രത്തിന്റെ സ്ഥാപനത്തിനു വേണ്ടി യുധിഷ്ഠിരൻ നടത്തിയ മഹത്തായ രാജസൂയ യജ്ഞം പ്രസക്തമാകുന്നത്. ധർമ്മരാഷ്ട്രമാണ് ഭാഗവത രാഷ്ട്രം. ഭാഗവത രാഷ്ട്രമാണ് ആമയങ്ങളില്ലാത്ത, ഭക്തൻ വിഭാവനം ചെയ്യുന്ന, ഐശ്വര്യ വീര്യങ്ങളോടുകൂടിയ തത്ര ശ്രീ വിജയോ ഭൂതിർ ധ്രുവാ നീതിറും മതിറും മമ എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ച വൈഭവശാലിയായ ക്ഷേമരാഷ്ട്രം. ഈ വൈഭവശാലിയായ ക്ഷേമരാഷ്ട്ര നിർമ്മിതിക്ക് ഞാനെന്ന ഭക്തൻ എന്റെ നിസ്വാർത്ഥമായ കർമാനുഷ്ഠാനമെന്ന യോഗദാനത്തിലൂടെ ഈ വലിയ ഏവം പ്രവർത്തിതം ചക്രം, ഈ വലിയ ലോക സംവിധാനത്തിൽ ഭാഗമാവുകയാണ്. ഈ അഭിമാനത്തോടു കൂടിയിട്ട് ഞാൻ ഭാഗവതം പഠിക്കുമ്പോൾ, ഞാൻ ഭാഗവതം പാരായണം ചെയ്യുമ്പോൾ, ഞാൻ ഭാഗവതം ഉൾക്കൊള്ളുമ്പോൾ, ഞാൻ ഭഗവാനെ ഉൾക്കൊള്ളുമ്പോൾ ഞാൻ എനിക്കും എന്റെ വീടിനും മാത്രമല്ല ഈ സമൂഹത്തിനു മുഴുവനും ദീപമാകാൻ
തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നിലൂടെയാണ് ഭാഗവത ധർമ്മം ആചരിക്കപ്പെടുന്നത്, അത് ലോകം തിരിച്ചറിയുന്നത് എന്ന ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഭക്തൻ പ്രവർത്തിക്കുന്ന കാലമാണ് ഭാഗവത യുഗോദയത്തിന്റെ കാലം. ഇവിടെ ഇരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാര് മുഴുവൻ നേതൃത്വം നൽകുന്നത്, ഈ വർഷങ്ങളിലൊക്കെ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ ഈ യജ്ഞം മുഴുവനും നേതൃത്വം നൽകിയത് ഈ യുഗോദയത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതിനുവേണ്ടി നമ്മെ ഓരോരുത്തരെയും വളർത്തിയെടുക്കുക, നമ്മെ ഓരോരുത്തരെയും അതിനുവേണ്ടി സജ്ജരാക്കുക എന്ന മഹത്തായ ശ്രമത്തിന്റെ ഭാഗമായിട്ട് വേണം ഇവിടെ നടത്തുന്ന ഓരോ കർമാനുഷ്ഠാനങ്ങളെയും നാം തിരിച്ചറിയാൻ. യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ മഹാരാജസൂയം നമുക്ക് നടത്താൻ കഴിവില്ലെങ്കിലും അമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോ നാളെ നന്മയുണ്ടാവേണ്ട കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്നതിന്, അവന് ആരോഗ്യമുണ്ടാവുന്നതിന്, അവന് ബുദ്ധിശക്തി ഉണ്ടാവുന്നതിന്, അവന് ദീർഘായുസ് ഉണ്ടാവുന്നതിന് ഞാൻ അവന് ഭക്ഷണം നൽകുന്നു എന്ന യജ്ഞഭാവനയോടെ ഒരമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അധ്യാപകൻ ക്ലാസ്സിൽ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുമ്പോൾ ഭാവിയുടെ വിധേയത്വം നിർണയിക്കേണ്ട ചുണക്കുട്ടികളെ സൃഷ്ടിക്കുന്ന മഹത്തായ യജ്ഞത്തിൽ ഞാൻ പങ്കാളിയാവുന്നു എന്ന ചിന്തയിൽ നമുക്ക് നമ്മുടെ കർമ്മം നിർവഹിക്കാം. അപ്പൊ ഏതൊക്കെ മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കുന്നു അവിടെയൊക്കെ യജ്ഞഭാവനയോടെ ഭക്തൻ കർമ്മം ആചരിക്കുന്ന സമൂഹമാണ് ഭാഗവത സമൂഹം. ആ ഭാഗവത സമൂഹത്തിലേക്കുള്ള മഹത്തായ യാത്രയിൽ, ആചാര്യശ്രേഷ്ഠന്മാർ നേതൃത്വം നൽകുന്ന യാത്രയിൽ നമുക്കും പങ്കാളികളാവാം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വാക്കുകൾ ജിജ്ഞാസുക്കളായ ഭക്തന്മാരുടെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആചാര്യശ്രേഷ്ഠന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. നമസ്കാരം.